ഇന്ന് രാത്രിയിൽ വായിച്ച തിരുവെടുത്ത് ഏവർക്കും പരിചിതമായ തിരുവെടുത്താണ് ശാമുവേലിന്റെ 2-ാം പുസ്തകം. അതിന്റെ 17-ാം അധ്യായത്തിന്റെ 27, 28 തിരുവെടുത്തുകൾ. ദാവീദ് മഹനയീമിലെത്തിയപ്പോൾ അമ്മോന്യരുടെ രബ്ബയിൽ നിന്ന് നാഗാഷിന്റെ മകൻ ശോബി, ലോദേമാരിലെ അമ്മിയേലിന്റെ മകൻ മാഗീർ, രൊഗേലിമിൽ നിന്ന് ഗിലെയാദനായ ബർസില്ല എന്നിവർ കിടക്കകളും കിണ്ണങ്ങളും മൺപാത്രങ്ങളും ദാവീദിനും കൂടെയുള്ള ജനത്തിനും ഭക്ഷിപ്പാൻ കോതമ്പ്, യവം, മാവ്, മലര്, അമരക്ക, പയറ്, പരിപ്പ്, തേൻ, വെണ്ണ, ആട്, പശുവിൻ പാൽക്കട്ട എന്നിവയും കൊണ്ടുവന്നു. ജനം മരുഭൂമിയിൽ വിശന്നും ദാഹിച്ചിരിക്കുമല്ലോ എന്ന് അവർ പറഞ്ഞു. വളരെ പരിചിതമായ തിരുവെടുത്താണ്. വേദപുസ്തകത്തിലെ 66 പുസ്തകം നമുക്കറിയാം. 66 പുസ്തകത്തിൽ പഴയ നിയമത്തിലെ 39 പുസ്തകം, പുതിയ നിയമത്തിലെ 27 പുസ്തകം, മൊത്തം 40 പുസ്തകം. 40 പേര് 66 പുസ്തകം ഏതാണ്ട് 1600 കൊല്ലം കൊണ്ട് എഴുതിയത് എന്നാണ് നാം പഠിക്കുന്നത്. ദൈവത്തിന്റെ മഹത്വം. 40 എഴുത്തുകാരിൽ 32 എഴുത്തുകാരും പഴയ നിയമ പുസ്തകം എഴുതി. പുതിയ നിയമത്തിലെ 27 പുസ്തകം നമുക്കറിയാം. 8 എഴുത്തുകാർ ചേർന്ന് എഴുതി. അതിൽ 4 പേര് അപ്പോസ്തലന്മാര്, 4 പേര് അപ്പോസ്തലന്മാരല്ല. അപ്പോസ്തലന്മാർ 4 പേര്. 1 പൗലോസ്, 2 യോഹന്നാൻ, 3 പത്രോസ്, 4 മത്തായി. അങ്ങനെ ആദ്യത്തെ 4 അപ്പോസ്തലന്മാർ. 4 പേര് അപ്പോസ്തലന്മാരല്ല. നമുക്കറിയാം. 1 ലൂക്കോസ്, 2 മർക്കോസ്, 3 യാക്കോബ്, 4 യൂദ. അതിൽ 2 പേര് അപ്പോസ്തലന്മാരുടെ സന്തത സഹചാരികൾ. ഒന്നുകൂടെ പറഞ്ഞാൽ അപ്പോസ്തലന്മാരുടെ ശിഷ്യന്മാരാണ്. അത് മർക്കോസും ലൂക്കോസും. മർക്കോസ് പത്രോസിന്റെ കൂടെ സന്തത സഹചാരിയായി ശുശ്രൂഷിച്ചു. ലൂക്കോസ് പൗലോസിന്റെ കൂടെ സദാ ശുശ്രൂഷയിൽ വ്യാപൃതനായിരുന്നു. പിന്നെ 2 പേര് യൂദയും യാക്കോബുമാണ്. നമുക്കറിയാം, യേശു ക്രിസ്തുവിന്റെ അർത്ഥ സഹോദരന്മാർ. അത് ഈ 40 പേര് എഴുതിയ പുസ്തകമാണ് 66 പുസ്തകം. ഇതുപോലെ ഒരു പുസ്തകം ഉലകത്തിൽ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുകയില്ല. ഈ പുസ്തകം എടുത്തത് തന്നെ വല്ല മഹാഭാഗ്യമാണ്. ഇതെടുത്തവരെ ദൈവം ആദരിച്ചിട്ടുണ്ട്. ഒന്നുകൂടെ കടന്നു പറഞ്ഞാൽ, എടുക്കേണ്ടതുപോലെ എടുത്തവനെ എല്ലാം ദൈവം ഉയർത്തിയിട്ടുണ്ട്. അത് ആത്മീകമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും എല്ലാ നിലയിലും ദൈവം അവരെ ഉയർത്തിയിട്ടുണ്ട്. ആമേൻ. നിങ്ങൾക്കറിയാവുന്ന വാക്യങ്ങളൊക്കെ ആണല്ലോ. 3 മാസമേ ഓബേദെദോമിന്റെ വീട്ടിൽ പെട്ടകം ഇരുന്നുള്ളൂ. അവനെയും അവന്റെ സകലത്തെയും ദൈവം ആദരിച്ചു, ഉയർത്തി, അനുഗ്രഹിച്ചു. ഇന്ന് രാത്രി ഇത് എടുക്കുന്നത് പോലെ എടുത്താൽ എനിക്ക് നിങ്ങൾക്കും അനുഗ്രഹമാ. അനുഭവിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ പഴയ നിയമത്തിലെ നിങ്ങൾക്കറിയാം, ഇത് പെന്തിക്കോസ്തുകാർക്കെല്ലാം അറിയാം, പാസ്റ്റർമാർക്കെല്ലാം അറിയാം, തോമസ് കുട്ടിച്ചാൻ അടക്കമുള്ളവർ ദൈവവചനം നന്നായി പഠിപ്പിക്കുന്നവരാ. ഞാൻ പേടിച്ചാ നിൽക്കുന്നത്. ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ മെപ്രാളപ്പെട്ടാ നിൽക്കുന്നത്. ദൈവത്തിന്റെ മകത്ത് എന്തായി തീരുവെന്ന ചിലരെന്നെ തുറച്ചു നോക്കുകയും ചെയ്യുന്നുണ്ട്. എനിക്ക് ഇരുൾ നിറം പറ്റിയിരിക്കാലും വെയിൽ കൊണ്ട് കറുത്തിരിക്കാലും നിങ്ങളെല്ലാവരും എന്നെ തുറച്ചു നോക്കരുത്. ചിലരെന്നെ സ്പർദ്ധിച്ചു നോക്കുന്നതായിട്ട് എനിക്കങ്ങ് തോന്നുക. നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന ചോദിക്കുന്നു ദൈവത്തിന്. അഥവാ എന്തെങ്കിലും പാകപ്പെടുകയോ അപാകതയോ വന്നാൽ സദയം ക്ഷമിച്ച് എനിക്ക് സഹായം ചെയ്യണം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചും ഹെൽപ്പ് ചെയ്യണമെന്ന് ദൈവനാമത്തിൽ വീണ്ടും അപേക്ഷിക്കുന്നു, ഓർപ്പിക്കുന്നു. അപ്പോൾ പ്രാരംഭ പുസ്തകം, ഉൽപ്പത്തി പുസ്തകം, ഒടുവിലത്തെ പുസ്തകം, വെളിപ്പാട് പുസ്തകം, അങ്ങനെ 66 പുസ്തകം. ആദ്യത്തെ 5 പുസ്തകം ഇതൊക്കെ നമുക്കറിയാം. അറിയാത്ത ആരെങ്കിലും ഓൺലൈനിലോ ദൂരത്തോ ഉണ്ടെങ്കിൽ അവരുടെ അറിവില്ല. ആദ്യത്തെ 5 പുസ്തകം മോശയുടെ പഞ്ചഗ്രന്ഥങ്ങൾ, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം. ഇപ്പൊ ചിലർ ചിന്തിക്കുക, വിശേഷിച്ച് ഇവിടെ ഉള്ളവർ ചിന്തിക്കുക, ഇതൊക്കെ സൺഡേ സ്കൂളിൽ പഠിക്കുന്ന കാര്യമല്ലയോ, ഇത് പറയാനാണോ ഇയാളെ ഞൊണ്ടി ഇവിടം വരെ വന്നത് എന്നും ചിന്തിക്കാത്തവരില്ല. ദൈവത്തിന്റെ മഹത്വം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആദ്യത്തെ 5 പുസ്തകം ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം. പിന്നീട് ചരിത്ര പുസ്തകങ്ങളാണ്. യോശുവയുടെ പുസ്തകം മുതൽ എസ്തേറിന്റെ പുസ്തകം വരെ ചരിത്ര പുസ്തകം. ആ ചരിത്രം ഒറ്റവാക്കി പറഞ്ഞാൽ ഇസ്രായേലിന്റെ ചരിത്രമാണ്. അബ്രഹാം എന്ന വ്യക്തിയിൽ നിന്ന് ഈ ജനത, ഈ ജാതി ആരംഭിക്കുകയാണ്. അബ്രഹാമിനെ ദൈവം വിളിച്ചു വേർതിരിച്ചു. ഏകനായിട്ട് വിളിച്ചെന്ന ആ പുസ്തകത്തിൽ വാക്യം. ഞാൻ അവനെ ഏകനായിട്ട് വിളിക്കാൻ കാര്യം, നീ അവന്റെ ഹൃദയം നിന്റെ മുമ്പാകെ വിശ്വസ്തമായി കണ്ടു. നെഹമ്യാവിന്റെ പുസ്തകത്തിൽ വായിക്കുന്നത്, നീ അവന്റെ ഹൃദയം നിന്റെ മുമ്പാകെ വിശ്വസ്തമായി കണ്ടു. അവൻ ഇന്ന് രാത്രി ദൈവത്തിന് മനസ്സിലായി, അബ്രഹാമിനെ വിളിച്ചാൽ ഇവൻ വിശ്വസ്തയോടെ നിൽക്കും എന്ന് പറഞ്ഞാൽ, എന്റെ ഭാഷയെ പറഞ്ഞാൽ ആമൻ സ്തോത്രം, അതും ഇതും കണ്ട് പിന്മാറുന്നവനല്ല. എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും പോരാട്ടം വന്നാലും ഇവൻ വിശ്വസ്തയോടെ നിൽക്കും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ബഹുമാന്യരെ, പോരാട്ടങ്ങൾ വന്നെന്ന് വരാം, കഷ്ടനഷ്ടങ്ങൾ വന്നെന്ന് വരാം, പ്രതികൂലങ്ങൾ ഏറി വന്നെന്ന് വരാം. പക്ഷെ പ്രമാണം വിട്ട് നീ പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഇത് പ്രമാണമായി. ഇത് ഒരിക്കലായി പരമേൽപ്പിച്ച വിശ്വാസമാണ്. യൂദ 20-ാം വാക്യത്തിൽ നമ്മൾ വായിക്കും. ഒരിക്കലായി പരമേൽപ്പിച്ചത്, ആഴ്ചയിലാഴ്ച മാറ്റുന്നതല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര കഴിഞ്ഞ് വരുമ്പോൾ മാറ്റുന്നതല്ല ഈ പ്രമാണം.
ഇത് ഒരിക്കലായി പരമേൽപ്പിച്ച വിശ്വാസപരമാണ്. ആട്ടെ, നമ്മുടെ വിഷയമല്ലല്ലോ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ തിരുവചനത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ അബ്രഹാമിനെ ദൈവം ഏകനായിട്ട് വിളിച്ചു. അബ്രഹാമിൽ വിളിച്ചു. അബ്രഹാമിൽ നിന്ന് ഇസഹാക്ക്, ഇസഹാക്കിൽ നിന്ന് യാക്കോബ്, യാക്കോബിൽ നിന്ന് ഗോത്ര പിതാക്കന്മാർ. ആമേൻ. 12 പേര് ദൈവത്തിന്റെ മകത്ത്. ഇവര് യോസേഫിന്റെ കാലത്ത് മിസ്രയീമിലെത്തി. ദൈവം ഇവരെ വർദ്ധിപ്പിച്ചു, ദൈവം ഇവരെ സഹായിച്ചു. ഒടുവിൽ മിസ്രയീമിൽ നിന്ന് ദൈവം ഇവർക്ക് ഒരു പുറപ്പാട് കൊടുത്ത്, ചരിത്രമൊക്കെ അറിയാവുന്നതുകൊണ്ട് വിസ്തരിക്കേണ്ട, നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. കർത്താവിന്റെ മകത്വം. അങ്ങനെ ചെങ്കടൽ കടത്തി, ദൈവത്തിന്റെ മകത്വം. ചെങ്കടൽ തീരത്ത് ശത്രു ആമൻ വിഴുങ്ങുവാൻ ഭാവിച്ച് പുറകെ വൈരി വരികയാ പിടിക്കാൻ. ആമൻ. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ഞാൻ പിടിക്കും പിന്തുടരുമെന്ന്. ഒന്ന് വായിച്ചു. അറിവുള്ള വാക്യമെങ്കിലും വായിച്ചോ. വചനമല്ലേ? ഞാൻ പിന്തുടരും, പിടിക്കും, ഞാൻ പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും. എന്റെ ആശ അവരാൽ പൂർത്തീകരിക്കും. ഞാൻ എന്റെ വാളൂരും, എന്റെ കൈ അവരെ നിഗ്രഹിക്കുമെന്ന് ശത്രു പറഞ്ഞു. ഇന്ന് രാത്രി എന്റെ സഹപടന്മാരോടും കൂടപ്പെട്ട ദൈവമക്കളോടും പറയാ, ആമേ, പിന്നാലെ വൈരി വന്ന് പിടിക്കും, കൊള്ള പങ്കിടും, വാളൂരും, വെട്ടും, ആശ പൂർത്തീകരിക്കും എന്നൊക്കെ പറഞ്ഞ് നിന്നെ ഒതുക്കുവാൻ നോക്കുമ്പോൾ ഞാനും നിങ്ങളും ചെയ്യേണ്ടത് മുഴങ്കാലിന്മേലിരിക്കണം. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ പിന്തുടരും, പിടിക്കുമെന്ന് പറഞ്ഞു വൈരി വരുമ്പോൾ ശത്രുവിന്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. അനർത്ഥ ദിവസത്തിൽ കൂടാരത്തിൽ ഒളിപ്പിച്ച് തിരുനിവാസത്തിന്റെ മറവിൽ നമ്മെ മറച്ച് പാറമേൽ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ശത്രുവിന്റെ ഇഷ്ടത്തിന് ദൈവം വിട്ടുകൊടുക്കത്തില്ല. കർത്താവിന്റെ മഹത്വം. മുൻപിൽ ചെങ്കടൽ വായും പിളർന്നു നിൽക്കുക, വിഴുങ്ങാൻ. പ്രവചന പുസ്തകത്തിൽ വാക്യം, ഞാൻ മിസ്രയീം കടലിന്റെ നാവിന് ഉന്മൂലനാശം വരുത്തുമെന്ന. അപ്പൊ അതൊരു വ്യക്തി പ്രഭാവത്തെ കാണിക്കുന്നതാ. ആ വെളിപ്പാട് പുസ്തകത്തിലുമുണ്ടല്ലോ ജലാധിപതിയായ ദൂതൻ എന്നുള്ള പ്രയോഗമുണ്ട്. ഹൈന്ദവ പുരാണം പഠിക്കുമ്പോൾ ഓരോന്നിനും ഓരോ ദൈവങ്ങളാ. അഗ്നിക്കൊരു ദൈവമുണ്ട്, അനലൻ. വെള്ളത്തിനൊരു ദൈവമുണ്ട്, ജലാധിപതി. ആമൻ. സ്തോത്രം. വരുണൻ, അത് അനലൻ, ഇത് വരുണൻ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പിന്നെ വായുവിന് ഒരു ദൈവമുണ്ട്. അതാണല്ലോ വാര്യര് പറഞ്ഞത് 33 30 മുക്കോടി ദേവന്മാരുമെന്ന്. ഞാൻ പാടിയതിൽ എന്റെ കൊങ്ങായിക്ക് പിടിക്കരുത്. വാര്യർ എഴുതിയിരിക്കുന്നതാ. രാമപുരത്ത് വാര്യര് 33 30 മുക്കോടി ദേവന്മാരും ഇന്ന് മൂർത്തിയായി മുപ്പാരിനു വിളക്കുമായി. അപ്പോൾ അങ്ങനെ പഠിക്കുമ്പോൾ ഓരോന്നിനും ഓരോ ദൈവങ്ങളാ. അഗ്നിക്കൊരു ദൈവമുണ്ട്, അനലൻ. വെള്ളത്തിനൊരു ദൈവമുണ്ട്, അത് വരുണൻ. അങ്ങനെയെങ്കിൽ ഇങ്ങനെ കൊണ്ട് ചിന്തിച്ചോ. ആമൻ. സ്തോത്രം. വായും പിളർന്ന് വൈരി നിൽക്കുക, ദൈവജനത്തെ വിഴുങ്ങ. ആമൻ. പിന്നാലെ ആമൻ ശത്രു വരികയാ, പിടിക്കും, പിന്തുടരും, കൊള്ള പങ്കിടും. ഇതിന്റെ നടുവിൽ ജനം പിറുപിറുത്തും ഭാരപ്പെട്ടും പതറിയപ്പോൾ മോശയോട് ദൈവം പറയുക, നീ ചഞ്ചലിക്കരുത്, ജനത്തോട് മിണ്ടാതിരിക്കാൻ പറ, വടിയെടുത്ത് ചെങ്കടലുമേ നീട്ടുക. നിങ്ങൾക്ക് അറിവുള്ള വാക്യമാ, ഞാൻ ഓർപ്പിക്കുന്നതേ ഉള്ളൂ. മോശ വടിയെടുത്ത് ചെങ്കടലുമേ നീട്ടി. വെളിപ്പാടില്ലാത്തവൻ, കൃപയില്ലാത്തവൻ, അഭിഷേകമില്ലാത്തവൻ, ദൈവകൃപയില്ലാത്തവൻ, ദൈവമായിട്ട് ബന്ധമില്ലാത്തവൻ വേണേ പറയും കളവൻ ഉണക്കക്കമ്പുമായിട്ട് നിൽക്കുകയാണ്. സ്തോത്രം. അങ്ങനെ പറയുന്ന ആൾക്കാർ നമ്മുടെ ഇടയിലും ഉണ്ട്. അല്ലേലിയാക്ക് ഒരു കമ്പിന്റെ കളിയുള്ളതാണ്, കമ്പ് കളി. എന്തേലും പ്രശ്നം വരുമ്പം കമ്പുകളിയല്ല. മോശ വടികെടുത്ത് ചെങ്കടലുമേ നീട്ടി. യെശയ്യാ പ്രവചനം 63:12 വായിക്കുന്നത്, മോശയുടെ വലങ്കയുടെ മീതെ യഹോവയുടെ മഹത്വമുള്ള ഭുജം നിന്നെന്ന്. ഒന്ന് വായിച്ചു. അറിവുള്ള വാക്യമാണെങ്കിലും വായിച്ചോ. 63:12 പെട്ടെന്ന് വായിച്ചോ. യെശയ്യാവ് 63:12. തന്റെ മഹത്വമുള്ള ഭുജം, തന്റെ മഹത്വമുള്ള ഭുജം മോശയുടെ വലങ്കൈക്ക് ചെല്ലുമാർ. ഇന്ന് രാത്രി ആമൻ, നീ ഒറ്റയ്ക്ക് ഉള്ളായിരിക്കും വീട്ടിൽ കൈപൊക്കാൻ അല്ല, നിന്റെ കരത്തിന് മീതെ യഹോവയുടെ മഹത്വമുള്ള ഭുജമുണ്ട്. എന്നെ കേൾക്കുന്ന മാന്യ സഹോദരി, മാതാവേ, വീട്ടിൽ ഒറ്റയ്ക്ക് ഉള്ളായിരിക്കും കൈ ഉയർത്തി പ്രാർത്ഥിക്കാൻ. അല്ലല്ല, നിന്റെ കരത്തിന് മീതെ യഹോവയുടെ മഹത്വമുള്ള ഭുജമുണ്ട്. സഭയ്ക്കകത്ത് 5 8 പേരെ കാണുവാണ് വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കും ഉപവാസ പ്രാർത്ഥനയ്ക്കും. പക്ഷേ അവരുടെ മീതെ ദൈവത്തിന്റെ മഹത്വമുള്ള ഭുജമുണ്ട്. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, ഉപവസിക്കുന്ന ദൈവത്തിന്റെ പൈതലിന് മീതെ ദൈവത്തിന്റെ മഹത്വമുള്ള ഭുജമുണ്ട്. അനുഭവിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കുക. മോശയുടെ വലങ്കയുടെ മീതെ യഹോവയുടെ മഹത്വമുള്ള ഭുജം. ദൈവത്തിന്റെ കൈയുടെ പ്രത്യേകത അനുസരിക്കുന്നവർക്ക് അനുഗ്രഹവും എതിർക്കുന്നവർക്ക് അവൻ മറുതലിക്കുന്നവന് ന്യായവിധിയാ. അവൻ ഉത്തമഗീതങ്ങളുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 14-ാം വാക്യവും 18-ാം വാക്യവും ഒക്കെ ചേർത്ത് പഠിക്കുമ്പോൾ അതിന്റെ 14-ാം വാക്യം ഒന്ന് വായിച്ചോ. ഉത്തമഗീതം 5:14 അറിവുള്ള വാക്യമെങ്കിലും വായിച്ചോ. അവന്റെ കൈകൾ ഗോമേദകം പതിച്ചിരിക്കുന്ന
പതിപ്പിച്ചിരിക്കുന്ന രണ്ട് ലോകങ്ങൾ പതിപ്പിച്ചിരിക്കുന്ന അലങ്കാര ഭാഷകൾ, ഉത്തമഗീതം പലതും അലങ്കാര ഉപമകളും ഉപമാനങ്ങളും ഉപമയത്വമാണല്ലോ. അങ്ങനെയെങ്കിൽ രണ്ട് ലോകങ്ങൾ പതിപ്പിച്ചിരിക്കുന്നു. ഒന്ന് ഗോമേതകം, രണ്ട് സ്വർണം. ഞാൻ പറയാറുണ്ട്, നിങ്ങൾക്കും അറിയാം, ഗോമേതകം സ്വർണം ദൈവത്തിന്റെ രാജത്വത്തെ അല്ലെങ്കിൽ അനുഗ്രഹത്തെ കാണിക്കുന്നതാ. ഗോമേതകൻ ന്യായവതിയെ കാണിക്കുന്നതാ. കാരണം ഗോമേതക കല്ല്, അഹരോന്റെ മാർപ്പതക്കത്തിലൊരു കല്ലുണ്ട്, ഗോമേതകത്തിന്റെ കല്ല്. ഈ ഗോമേതകൻ ന്യായവതിക്ക് നിഴല. ഇത് ദാൻ ഗോത്രത്തിന് നിഴല. ദാൻ വടിയിൽ ഒരു പാമ്പും പാതകിൽ സർപ്പവും, അവൻ കുതിരകളുടെ കുതികാല് കിടക്കും, പുറത്തിരിക്കുന്ന വളർന്ന് താഴെ വീടും. ഇത് ദാൻ ഗോത്രത്തിന് നിഴല. ദാൻ ഗോത്രത്തെ പ്രകീർത്തിക്കുന്ന കല്ല ഗോമേതകം. അങ്ങനെയെങ്കിൽ ഇത് ന്യായവതിയുടെ കല്ലാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, അനുസരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങൾക്ക് ഈ കരം അനുഗ്രഹത്തിന്റെ കരമാണ്. ദൈവത്തോടും ദൈവവചനത്തോടും ദൈവിക ശുശ്രൂഷയോടും ദൈവദാസന്മാരോടും കൂട്ടായ്മയോടും മറത്തു നിൽക്കുന്നവന് ഈ കരം ന്യായവതിയുടെ കരമാണ്. അനുഭവിക്കുന്നവരെ ഓർത്ത് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുക. ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ കരം മോശയുടെ വടിക്ക് മീതെ, കരുത്തിന് മീതെ ദൈവത്തിന്റെ മഹത്വമുള്ള ഭുജം വന്നു. തമ്പുരാനെ, എന്റെ ഭാഷയെ പറഞ്ഞാൽ ദൂതനോട് പറഞ്ഞു എന്നൊരു അടി കൊടുക്കാൻ പറഞ്ഞു. പറ്റിയ അടി, വായും പിളർന്ന് നിൽക്കുന്ന വൈരിക്കിട്ട് ഒരടി 7 കൈവടിയായി ചതറി എന്ന 7 കൈവടിയായി ചതറി, ചെരുപ്പ് നനയാതെ ആ മറകര കയറ്റി, ഈ തുവർനില ഒരുക്കി എന്നൊക്കെയാ. പൊടി പറന്നു. അതിന്റെ കാരണം ചെറുതായിട്ടൊന്ന് വറ്റിച്ചായന്മാർ അവിടെ ബിസിനസ് തുടങ്ങും. ഹോളോ ബ്രിക്സ്, സിയോൻ ഹോളോ ബ്രിക്സ് എന്ന് ഒക്കുന്നെങ്കിൽ സെൻട്രൽ പാസ്റ്ററെ കൊണ്ട് പ്രാർത്ഥിച്ച്, അച്ഛന്റെ കാര്യമല്ല പറഞ്ഞേ, എന്റെ ദൈവമേ, ഞാൻ അങ്ങനെ പറയൂ, ദൈവത്തിന്റെ മഹത്വം അല്ല. ചിലരെ ദൈവം തമ്പുരാൻ, ദൈവത്തിന് നമ്മളെയെല്ലാം നന്നായിട്ട് അറിയാം. കാരണം നടന്നു പോകുമ്പം ഈ മണ്ണ് അല്പം വെള്ളം പറ്റി ഇച്ചിരി പശപശപ്പാന്ന് ഇവര് പറയും, ചാക്കോച്ച അക്കരെ പോയിട്ട് കാര്യമില്ല, നമുക്കിവിടെ നല്ല, ഇവര് അവിടെ കുഴയായിരുന്നല്ലോ. ഇവർക്ക് നന്നായിട്ട്, ഇവർക്ക് 2 കാര്യം നന്നായിട്ട് അറിയാം. ഒന്ന് കുഴയ്ക്കാനും, 2 കഴിക്കാനും. അപ്പൊ ഇവര് ഇവിടെ തങ്ങും, അത് ദൈവത്തിന് അറിയാം. അതുകൊണ്ടാണല്ല തൂവർനിലം ഒരുക്കി പൊടി പറക്കുക. ദൈവം സകലത്തിനെയും മറുകര കയറ്റി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ശത്രുവിന്റെ ഇഷ്ടത്തിന് ദൈവം നിന്നെ വിട്ടുകൊടുക്കത്തില്ല. വൈരികളുടെ ഇംഗിതത്തിന് ദൈവം നിന്നെ കൊടുക്കത്തില്ല. ഇന്ന് രാത്രി ആമേ സ്തോത്രം ചെയ്ത് ആത്മാവിൽ ബലപ്പെട്ടോട് ദൈവം നിനക്ക് വേണ്ടി വഴിയൊരുക്കും. ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് അറിവുള്ള കാര്യമാണ്, നിങ്ങൾ അനുഭവിക്കുന്ന കാര്യമാണ്. പോരാട്ടങ്ങളും എതിർപ്പുകളും വരുമ്പോൾ മറുപടി പറയാൻ പോകരുത്, എതിർക്കാൻ പോകരുത്, ഉടക്കാൻ പോകരുത്, കേസിന് പോകരുത്, കോടതിക്ക് പോകരുത്, ആളെ കൂട്ടരുത്, ഗ്രൂപ്പിസം ഉണ്ടാക്കരുത്, അന്ന് പാനൽ കളിക്കരുത്. നീ മുഴങ്കാലും മേലിരിക്കണം. സ്തോത്രം, മുഴങ്കാലും മേലിരിക്കണം. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ഉന്നതനുമീതെ ഉന്നതനും അവനുമീതെ അത്യുന്നതൻ ജാഗരിക്കുക. ഇന്ന് രാത്രി അനുഭവിക്കുന്ന ദൈവമക്കൾ ദൈവത്തിന് മഹത്വം കൊടുക്കുക. പ്രാർത്ഥനയിൽ പോരാടുന്നവന് വേണ്ടി ദൈവം വഴിയൊരുക്കും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പിന്നെ പ്രാർത്ഥനയുണ്ട്, 2 ഉണ്ട്. സ്തോത്രം. അല്ല, പൊതുവിലെ ദൈവത്തിന് മഹത്വം. പ്രാർത്ഥന മാത്രമായിരിക്കണം. ദൈവം വഴിയൊരുക്കും. ദൈവം തുറന്നാൽ ആരും അടക്കത്തില്ല, ദൈവം അടച്ചാൽ ആരും തുറക്കത്തില്ല. ആരും അടക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ദാവീദിന്റെ തോളിലുള്ള യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ശത്രുവിന്റെ ഇഷ്ടത്തിന് ദൈവം വിട്ടുകൊടുക്കത്തില്ല. ഞാൻ ഓടിച്ച് മുമ്പോട്ട് പോകാം. കൃത്യസമയത്ത് തന്നെ മെസ്സേജ് നിർത്തുവാൻ കർത്താവിൽ ശരണപ്പെടുകയാ. അങ്ങനെ ഇവരെ ചെങ്കടൽ കടത്തി മറുകര കയറ്റി. അക്കരെ കയറിയ ദൈവമക്കൾ പുറകോട്ട് നോക്കിയപ്പോൾ പിന്നാലെ വന്ന ഒരെണ്ണത്തിനെ കാണാനില്ല. നമ്മൾ ആരെയോ ഒന്നും ചെയ്യണ്ട, ഒന്നും പറയേണ്ടതൊക്കെ ദൈവം അതിന്റെ പരുവത്തിന് ചെയ്തോളൂ. മർക്കോസ് 7:37 വായിക്കുന്ന അവന് സകലതും നന്നായി ചെയ്തെന്ന സാറ് ഒരു പാട്ട് പാടി, അല്പമാമുപകരണം കൊണ്ടു നൽപഴുന്ന മകത്തായ വേലകൾ ചെയ്തും ശില്പികൾ കൂടയവനെ നീയെ ചിരന്തര നമസ്കാരം. മാനുവൽ മനുജസുത നിന്റെ മാനമേറും തൃപ്പാദങ്ങൾ വണങ്ങി ഞങ്ങൾ മംഗളമോതിടും നീതാ നിത്യമഹിമയുണ്ടായിടട്ടെ. ദൈവത്തെ സ്തുതിക്കാം. കുഞ്ഞാൻ ആ പാട്ട് എനിക്കൊന്ന് ഹെൽപ്പ് ചെയ്യണം ഇടയ്ക്ക്. ഞാൻ
തെറ്റിക്കുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കാതെ എനിക്കൊന്ന് സഹായം. ദൈവത്തിന് മകത്വം. അപ്പൊ ശ്രദ്ധിക്കുക, അല്പമായ ഉപകരണം കൊണ്ട് നൽപ്പെടുത്തുന്ന മഹത്തായ വേലകൾ ചെയ്യുന്നവനാ ദൈവം. ആ ദൈവത്തിന്റെ കരങ്ങളിലോട്ട് കൊടുത്താൽ മതി. ഒന്നിനും പോകണ്ട, മുട്ടുകളിരിക്കണം. മുട്ടുകളിരിക്കുമ്പോൾ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. മുമ്പോട്ട് പോകട്ടെ. ഇവർ അക്കരെ കയറി പുറകോട്ട് നോക്കിയപ്പോൾ ഒരെണ്ണത്തിനെ കാണാനില്ല. പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്തി. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിന്റെ 1 മുതൽ പുറപ്പാട് 15-ന്റെ 19 വരെ സഹോദരന്മാരെല്ലാം കൂടെ ചേർന്ന് പാടിയെന്ന് അനുമാനിക്കാം. കാരണം 15-1 വായിച്ചു. ഓടിച്ചു പോകാം. മോശെയും ഇസ്രായേൽ മക്കളും അന്ന് യഹോവയ്ക്ക് സങ്കീർത്തനം പാടി. മോശയുടെ നേതൃത്വത്തിൽ സങ്കീർത്തനം പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുക. പിന്നെ ഞാൻ യഹോവയ്ക്ക് പാട്ടുപാടും. അവൻ മഹോന്നതൻ. പാടാൻ കാര്യം എന്നാ? 13-ാം സങ്കീർത്തനം 6-ാം വാക്യം, യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കൊണ്ട് ഞാൻ അവന് പാട്ട് പാടും. ദാവീദ് പറയുക, ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും, ഞാൻ ഉള്ള കാലത്തോളം എന്റെ ദൈവത്തെ പാടി മഹത്വപ്പെടുത്തും. ഇവര് പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടും. 20-ാം വാക്യം പറഞ്ഞപ്പോ അമ്മാമ്മയ്ക്ക് ഉണർവുണ്ടായി. 20:15-20. അഹരോന്റെ സഹോദരി മിരിയാം എന്ന പ്രവാചകി കയ്യിൽ തപ്പെടുത്തു. അപ്പൊ 15-ന്റെ 1 മുതൽ 19 വരെ സഹോദരന്മാര് 20 വന്നപ്പോ അമ്മാമ്മയ്ക്ക്, നമ്മുടെയൊക്കെ ചില സഭകൾ നേരെ തിരിച്ചാ. 15-ന്റെ 1 മുതൽ 19 വരെ അമ്മാമ്മ 20 അച്ചായനരടി. അങ്ങനല്ല, ഇവിടെ നേരെ തിരിച്ചാ. കർത്താവിന് മഹത്വം എന്ന് പറഞ്ഞാൽ പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി. എത്ര നേരം പാടിയെന്നോ എത്ര പാട്ട് പാടിയെന്ന് എഴുതിയിട്ടില്ല. എന്റെ ചിന്ത നിരവധി പാട്ട് പാടിക്കാണും, ഏറെ നേരം പാടിക്കാണും. കാരണം ചെറിയ കാര്യമല്ല ദൈവം ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. ചെറിയ കാര്യമല്ല ദൈവം ചെയ്തത്, വൻ കാര്യമാ ചെയ്തത്. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി, തലമുറയ്ക്ക് വേണ്ടി, നമ്മുടെ ശുശ്രൂഷകൾക്ക് വേണ്ടി, ആയുസിന് വേണ്ടി ദൈവം തമ്പുരാൻ ചെയ്ത അവൻ വഴികളോർത്ത് മൗനമായി കയ്യും കെട്ടി വായും പൂട്ടിയിരിക്കാതെ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ചെറുവക്കലുള്ളവരോട് ആരാധിക്കാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. ദൈവത്തിന് മഹത്വം. ചിലർ പറഞ്ഞു ആരാധിച്ചാട്ടെ, സ്തുതിച്ചാട്ടെ, ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിന്നങ്ങ് വില്ലുക. എന്തിന്? ദൈവത്തെ ആരാധിക്കുന്ന നിർബന്ധത്താലും സമ്മർദ്ദത്താലുമല്ല. ദൈവം ചെയ്ത നന്മയോർത്താൽ ആമേ ദൈവത്തെ മഹത്വപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. നിങ്ങളും അങ്ങനെയൊക്കെ തന്നെ വെളുപ്പിനെ എഴുന്നേറ്റ് തമ്പേറടിച്ച് പാട്ട് പാടും. ഞാൻ പാട്ട് പാടുമ്പം വീട്ടിലുള്ള മുഴുവൻ എണ്ണവും പാടിക്കോണം. എന്റെ കൂടെ അല്ലെ ആ വീട്ടിൽ താമസിക്കാൻ ഒക്കുകയല്ല. അങ്ങനെ വേണ്ടായോ? നീ വാടക കൊടുക്കുകയും ആരെല്ലാം മേടിച്ചു കൊടുത്തിട്ട് തിന്നേച്ച് മാണ്ട് കിടക്കുക, പോത്ത് കിടക്കും പോലെ കിടക്കുകയല്ല. സ്തോത്രം. പാട്ടും പ്രാർത്ഥനയും ഉള്ളത് കൊണ്ടാണ് നീ ഇതുവരെ നിന്നത്. ആരാധനയും കൂട്ടായ്മയും ഉള്ളത് കൊണ്ടാണ് ഇതുവരെ നിന്നത്. മുടിച്ചു കളയുവാനും തൂത്തെറിയുവാനും ഒക്കെ വൈരി പൊരുതികടാ. അപകടങ്ങൾ നടക്കാഞ്ഞിട്ടാണോ? എത്ര അപകടമാ. നിന്നെ നടുറോഡ് തള്ളിയിട്ട് വള്ളിക്കൊട്ടയ്ക്കകത്ത് വൈരി എടുക്കത്തക്ക വിധത്തിൽ വൈരി പൊരുതിയപ്പോൾ കാലിന് വീഴ്ചകളിൽ നിന്നും പ്രാണന മരണത്തിൽ നിന്നും വീണ്ടെടുത്ത ദൈവത്തെ അവൻ നന്ദിയോടെ സ്തുതിക്കണം. ഹല്ലേലൂയ. എനിക്ക് കാലിന് നല്ല വേദനയുണ്ട്, എന്നാലും സഹിച്ചങ്ങ് നിൽക്കുക. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ പ്രാർത്ഥന അപേക്ഷിക്കുക. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഇവര് പാടി ദൈവത്തെ ആരാധിച്ചു. പിന്നെ എത്തിയത് ശൂർ മരുഭൂമിയിലാണ്. 22 മുതൽ വായിച്ചു. അനന്തരം മോശെ ഇസ്രായേലിനെ ചെങ്കടലിൽ പ്രയാണം ചെയ്ത് ശൂർ മരുഭൂമി ചെന്ന് 3 ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. മാരകിലെത്തിയാറെ മാരകിൽ വെള്ളം കുടിപ്പാൻ കഴിഞ്ഞില്ല. അത് കയ്പുള്ളതായിരുന്നു. അതിന് മാര എന്ന് പേരിട്ടു. അപ്പോൾ തന്നെ ഞങ്ങൾ എന്ത് കുടിക്കുന്നു പറഞ്ഞു മോശയുടെ നേരെ പിറുപിറുത്തു. അവൻ യഹോവയോട് അപേക്ഷിച്ചു. യഹോവ വൃക്ഷം കാണിച്ചു. വെട്ടി വെള്ളത്തിലിട്ട് വെള്ളം മധുരമുള്ളതായി തീർന്നു. അവിടെ വെച്ച് അവന് പരീക്ഷിച്ചു. ചട്ടവും പ്രമാണവും കൊടുത്തു. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവന്റെ സകല കൽപ്പനകളും വിധികളും പ്രമാണിക്കാൻ ചെയ്താൽ മിസ്രയീമിലേക്ക് വരുത്തിയ ഓരോ വ്യാധി ഞാൻ നിനക്ക് വരുത്തുകയില്ല. സ്തോത്രം. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. 27-ാം വാക്യമാക്കുന്ന പിന്നെ അവർ എലീമിലെത്തി. 12 നീരറവും 70 ഈന്തപ്പനയും. അതിനെ 12 ഗോത്രം. 12 ഗോത്രം. 70 പേരെ അമ്മായിപ്പനൂടെ വന്നപ്പം പിന്നെ 70 പേരെ ആക്കിയല്ലോ. ഒരെണ്ണത്തിനെ ദൈവം മറക്കത്തില്ലെന്നാ പറഞ്ഞേ. ഒറ്റ ഗോത്രത്തെ ദൈവം അച്ഛൻ എന്ന് വന്ന അമേരിക്കന്ന് ആയിക്കോട്ടെ. ദൈവത്തിന് മഹത്വം. അമേരിക്ക എന്നൊക്കെ ഗോത്രം പറഞ്ഞ് വിലപ്പെട്ടോണം. ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. ഒരെണ്ണത്തിന് ദൈവം മറക്കത്തില്ല. ഒരെണ്ണത്തിനും ദൈവം മറക്കത്തില്ല. 12 ഗോത്രമുണ്ടെങ്കിൽ 12 നീരറവ്. 70 മൂപ്പന്മാരുണ്ടെങ്കിൽ 70 ഈന്തപ്പന. ദൈവം സഭക്കാര് നിന്നെ മറക്കും. ഒരു പക്ഷേ കേന്ദ്രം മറന്നുകൊണ്ട് വരാ, സെന്റർ മറന്നുകൊണ്ട് വരാ, കുടുംബക്കാര് മറന്നുകൊണ്ട് വരാ, ചാർച്ചക്കാര് മറന്നുകൊണ്ട് വരാ. സ്വർഗം നിന്നെ മറക്കത്തില്ല.
ഓർക്കുന്ന ഒരു ദൈവമുണ്ട്, ആദരിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി അനുഭവിക്കുന്ന ദൈവമക്കൾ ദൈവത്തിന് മഹത്വം കൊടുക്ക. മറക്കാത്ത ദൈവം, നിന്നെ ഓർക്കുന്ന ദൈവം, നിന്നെ ആദരിക്കുന്ന ദൈവം. നമ്മുടെ കൺവെൻഷനും കൂടാന്നില്ല, അതുകൊണ്ട് ആ കണ്ണികക്കകത്ത് 3-4 കാര്യം വിശദീകരിക്കുന്നില്ല. ഒന്ന്, അവൻ പാടി ആരാധിച്ചിട്ട് എത്തിയത് വെള്ളമില്ലാത്ത സ്ഥലത്താണ്. അപ്പൊ ഒരു കാര്യം പറയാ, ആരാധിച്ചും പാട്ടുപാടിയും നൃത്തം ചെയ്ത് വന്നാൽ ചിലപ്പോൾ ഞെരുക്കത്തിലോട്ടായിരിക്കും പോകുന്നത്. ഇപ്പോഴത്തെ ചില ഉപദേശമുണ്ട്, ആരാധിച്ചാൽ മതി എല്ലാം തരാമെന്ന്. ചെല്ലു പറയുന്നത് ആരാധിച്ചാൽ എല്ലാം തരാമെന്ന് പറഞ്ഞത് മറ്റേ പുള്ളിയാ. പുളിവെല്ല ചാൻ അറിയാമല്ലോ മറ്റേ പുള്ളി ആരാന്ന്. സ്തോത്രം. പുള്ളിയല്ലേ പറഞ്ഞ എന്നെ ഒന്ന് വണങ്ങി നമസ്കരിച്ചാൽ മതി, ഇത് മുഴുവൻ നിനക്ക് തരാന്ന്. ആരാധിച്ചാൽ എല്ലാം തരാന്ന് പറഞ്ഞത് ദൈവത്തിന്റെ ഉപദേശമല്ല. ആരാധിക്കുന്ന വല്ലതും കിട്ടാനല്ലല്ലോ, ആരാധിക്കുന്ന അവിടുന്ന് ആരാധനയ്ക്ക് യോഗ്യനായത് കൊണ്ടാണ്. ആരാധിക്കുന്ന കിട്ടാനല്ല, ആരാധിക്കുന്ന വല്ലോ മേടിക്കാനല്ല, ആരാധിക്കുന്നത് അവിടുന്ന് ആരാധനയ്ക്ക് യോഗ്യനായത് കൊണ്ട്. അവിടുന്ന് മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. കുഞ്ഞാട്, നീ യോഗ്യൻ, നീ അറക്കപ്പെട്ടു, നീ ഞങ്ങളെ വീണ്ടെടുത്തു, നീ ഞങ്ങൾക്ക് വേണ്ടി രക്തം ചിന്തി. നിർമ്മല രക്തം, പരിശുദ്ധ രക്തം, വിലയേറിയ രക്തം, ആമൻസ് ഗുണകരമായി സംസാരിക്കുന്ന രക്തം, ആട്ടുകൊറ്റന്മാരുടെ കാലക്കിടാക്കുന്ന രക്തവും മലിനപ്പെട്ടമ തളിക്കുന്ന പശുഭസ്മ ജഡിക ശുദ്ധി വരുത്തുമ്പോൾ നിത്യാത്മാവിനാൽ പിതാവാൻ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി സമർപ്പിച്ച യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം. ഈ രക്തം നിന്റെ പാപം മോചിക്കും, ഈ രക്തം നിനക്ക് രോഗശാന്തി നൽകും, ഈ രക്തം നിന്റെ നിരാശയെ മാറ്റിത്തരും, ഈ രക്തം നിന്നെ വിടുവിക്കുന്ന രക്തം, ഈ രക്തമാണ് നിന്നെ ജയം തരുന്ന രക്തം. വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത്, അവർ സാക്ഷ്യവചനത്താലും കുഞ്ഞാടിന്റെ രക്തത്താലും ജയിച്ചു. ഇന്ന് രാത്രി പരാജയത്തിന്റെ പടികുടിയിൽ ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, ആത്മകത്തെ പരിഹാരമല്ല, വിഷം കടിക്കുന്ന പരിഹാരമല്ല, നാടുവിടുന്ന പരിഹാരമല്ല, പരിഹാരം യേശുവിലുണ്ട്, യേശുവിന്റെ രക്തത്തിലുണ്ട്. ഇന്ന് രാത്രി ആ രക്തത്തിന്റെ ശക്തിക്കായി ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അപ്പൊ ആരാധിച്ച് ബലപ്പെട്ടു. ആരാധിച്ചാൽ എല്ലാം തരാന്ന് പറഞ്ഞത് പുള്ളിയാ. ഒന്ന് വേണമെങ്കിൽ ആരാധിച്ചാൽ മതി, മുഴുവൻ തന്നേക്കാൻ. പുള്ളി വേറൊരു ഭാഗത്ത് പറഞ്ഞു, എനിക്ക് ഇഷ്ടമുള്ളവനെല്ലാം കൊടുക്കുന്നുണ്ടെന്ന്. പുള്ളിക്ക് ചിലരോടൊക്കെ ഭയങ്കര കൊടുക്കുന്നുണ്ടെന്ന്. സ്തോത്രം. അല്ലാതെ മേടിച്ചിട്ട് ദൈവം തന്നതാന്ന് പറയുന്നവരും ഉണ്ട്. പാപം ചെയ്ത ആദമിനെ ഹവ്വായെയും തോട്ടത്തിൽ നിന്ന് വെളിയിലാക്കി, രണ്ടുപേരും ജീവിതം ആരംഭിച്ചു. ഒരു ചെറുക്കനുണ്ടായി, കയ്യനുണ്ടായപ്പോ അമ്മാമ്മ സാക്ഷ്യം പറഞ്ഞു, യഹോവയങ്ങൾ എനിക്കൊരു പുരുഷ പറഞ്ഞ. അങ്ങനെ സാക്ഷി എങ്ങനാ പറഞ്ഞേ? യോഹന്നാൻ 3:12 ചേർത്ത് വായിച്ചോണം. സ്തോത്രം. അത് ആ ഭാഗം വിവരിക്കുന്നില്ല. അങ്ങനെയൊക്കെ ആ സാക്ഷ്യം പറയുന്നത്. ഇത് യഹോവയാൽ ലഭിച്ചെന്നാ പറഞ്ഞ. അങ്ങനെ ഇരിക്കട്ടെ. ആരാധിച്ചാൽ എല്ലാം തരാന്ന് പറഞ്ഞത് പിശാചാ. കർത്താവ് പറഞ്ഞത് ആരാധിച്ചാൽ എല്ലാം തരാന്നല്ല. മത്തായി 6:33 അറിവുള്ള വാക്യം എങ്കിലും വായിച്ചോ. മത്തായി 6:33 പെട്ടെന്ന് 6:33 ദൈവദാസനെ. മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പി, അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. എല്ലാം തരാന്നും പറഞ്ഞല്ലേ, ഇതൊക്കെ എന്നാ പറഞ്ഞേ. എന്നതൊക്കെയാണ് 25-ാം വാക്യം മുതല്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, വിചാരപ്പെടുന്നത് ആകാരത്തെക്കാൾ ജീവനും ശരീരത്തെക്കാൾ ഉടുപ്പും വലുതല്ലയോ. അടുത്ത വാക്യം, ആകാശത്തിലെ പറവുകളെ നോക്കുവിൻ, കൂട്ടിവെക്കുന്ന സ്വർഗ്ഗസ്ഥനായ പിതാവ് നടത്തും, അവയേക്കാൾ നിങ്ങൾ വിശേഷതയുള്ളവരല്ലോ. അടുത്ത വാക്യം, വിചാരപ്പെടുന്നതിനാൽ നിങ്ങളെ തോടും കൂട്ടുവാൻ ഒരുത്തനും കഴിവുള്ളതല്ല. ഉടുപ്പിനെ കുറിച്ച് വിചാരപ്പെടുന്നത് എന്തിനാ ഇങ്ങനെ വിചാരപ്പെടുന്നത്? പിന്നെ വയലിലെ താമര എങ്ങനെ വളരുന്നു എന്ന് നിരൂപിപ്പീൻ. അതൊക്കെ നിരൂപിക്കണ്ടേ? ആവശ്യമില്ലാത്ത കാര്യം നിരൂപിച്ചിരിക്കാതെ. അവൻ അധ്വാനിക്കുന്നു. അല്ലെന്ന് ഇത് പറയട്ടെന്നേ, ആവശ്യമില്ലാത്തതിനാ നിരൂപിച്ചിരിക്കുന്നത്. ഇയാൾ എന്നാ ചട്ടാൻ കാര്യം? പുള്ളി തന്നെ അങ്ങനെ ഇരിക്കുന്നേ, അവരെന്നെ ഇങ്ങനെ. ഇതൊന്നുമല്ല നമ്മുടെ വിഷയം. ആവശ്യമില്ലാത്തതൊക്കെ നിരൂപിക്കാതെ വയലിലെ താമര എങ്ങനെ വളരുന്നു നിരൂപിക്കേ. വായിച്ചോ ദൈവദാസനെ, വായിച്ചോ. അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നതുമില്ല. പിന്നെ എന്നാൽ ശലോമോൻ പോലും ഇവയേക്കാൾ അധികം ഒന്നും ചമച്ചിരുന്നില്ല. ഇന്നുള്ളത് നാളെ അടിപ്പിടുന്ന വയലിനെ പുല്ലിനെ ഇങ്ങനെ ചമയിപ്പിക്കുന്നെങ്കിൽ അല്പവിശ്വാസിയെ നിങ്ങളെ എത്രയധികം. ആകയാൽ നാം എന്ത് തിന്നു, എന്ത് കുടിക്കും, എന്ത് ഉടുക്കുമെന്ന് ഓർത്ത വിചാരപ്പെടരുത്. ഈ വക
ഈ വകയൊക്കെയും ഈ വക ഇതൊരു വകയാ. ഈ വകയൊക്കെ ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നു. ഇനി 33-ാം വാക്യം. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പി, അതോടുകൂടെ ഇതൊക്കെ ഉണ്മാനും ഉടുക്കാനും കുടിക്കാനും തരുവാൻ നിന്റെ ദൈവം വിശ്വസ്തനാ. ഒന്നുകൂടെ ചേർത്ത് പറഞ്ഞാൽ നിന്റെ അടിസ്ഥാനപരമായ മുഴുവൻ കാര്യവും നടത്തുവാൻ ദൈവം വിശ്വസ്തനാ. ദൈവം കൈവിടത്തില്ല, ദൈവം ഉപേക്ഷിക്കത്തില്ല, ദൈവം തള്ളിക്കളയത്തില്ല. അനുഗ്രഹിക്കുന്ന, ആദരിക്കുന്ന, മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. പാട്ടുപാടി ആരാധിച്ചെത്തിയത് വെള്ളമില്ലാത്ത സ്ഥലത്താ. ചിലപ്പോ ആരാധിച്ചാൽ ചിലപ്പം അത് കഴിഞ്ഞ് പ്രശ്നങ്ങളൊക്കെ വരും. സ്തോത്രം. അതൊക്കെ തരണം ചെയ്യുവാനായ ആത്മബലം. പ്രൈസ് ദി ലോർഡ്. പിന്നെ എത്തിയത് മാറയില്ല. കയ്പിന്റെ അനുഭവങ്ങൾ വരും. പുറകരുത്, ചഞ്ചലിക്കരുത്, പിന്മാറരുത്. ഒരു വൃക്ഷം കാണിച്ചു, അത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരമുള്ളതായി. ഈ വൃക്ഷം നിങ്ങൾക്കറിയാൻ മറ്റാരുമല്ല, യേശു ക്രിസ്തുവാകുന്ന വൃക്ഷമാണ്. വേറെ പഠിതാക്കളിൽ ചിലർ പറയുന്നത് ഏത് വൃക്ഷത്തെയും പച്ചയ്ക്ക് വച്ചേ വെട്ടിയാൽ അതിന്റെ കറ കാണും. അങ്ങനെങ്കിൽ വൃക്ഷത്തിന്റെ കറ ഈ മാറയിലേക്ക് ലഭിച്ചപ്പോൾ അത് മധുരമുള്ളതായി. അങ്ങനെയെങ്കിൽ പ്രിയരെ, 33 തിരുവയസ്സിൽ കാൽവറിയുടെ കൊലമരത്തിൽ ഒരു നല്ല വൃക്ഷമാകുന്ന യേശുവിന് വെട്ടുകിട്ടു. ആദ്യത്തെ വെട്ട് ഗദസമനെ വെച്ചാണ് നടന്നത്. അവൻ ആദ്യത്തെ അവിടം മുതൽ വെട്ടുക. വന്നവനെല്ലാം വെട്ടി, കണ്ടവനെല്ലാം വെട്ടി. അവൻ ചുമ്മാ പോയവനും കയറി വെട്ടി 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 വെട്ടി. അവൻ സ്തോത്രം. ആമൻ ഗദസമന മുതൽ വെട്ടേറ്റ് പീലാത്തോസിന്റെ കൽത്തളത്തിലും തെരുക്കളിലുമെല്ലാം അടിയും ഇടിയും. ആമൻ കണ്ണത്തടിയുമേറ്റ്, മുഖത്ത് കാർക്കച്ചു തുപ്പലേറ്റ്, മുൾക്കിരീടധാരിയായി, മുഖത്തെ രോമമെല്ലാം പിടിതെടുക്കപ്പെട്ടവനായി, ഉടവജാല പോലെ മുതുക് നീളത്ത് കീറപ്പെട്ടവനായി വന്നവൻ വെട്ടി കരുതിക്കുട്ടി തുപ്പലായതുകൊണ്ട് കാർക്കിച്ച് തുപ്പുക, ദുർഗന്ധവും കൊണ്ടവർ ഇതെല്ലാം സഹിച്ചു വെട്ടേറ്റ് വെട്ടേറ്റ് കാൽവറിയുടെ കൊലമരത്തിൽ 2 ദുഷ്പ്രവർത്തിക്കാതെ നടുവിൽ നമുക്ക് വേണ്ടി ജീവനെ തന്ന നസറയനാകുന്ന യേശു, അവിടുത്തെ തായ്തടിയാകുന്ന ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങിയ കറയാകുന്ന രക്തം എന്റെ നിന്റെ ഈ പ്രശ്നമാകുന്ന മാറയിലേക്ക് ലഭിച്ചപ്പോൾ അത് മധുരമുള്ളതായി. ഒന്നുകൂടെ പറയട്ടെ, യേശുവിന്റെ രക്തത്തിന് ശക്തിയുണ്ട്. യേശുവിന്റെ രക്തത്തിന് ശക്തിയുണ്ട്. യേശുവിന്റെ രക്തത്തിന് വിടുതലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ അനുഭവത്തിൽ പറയാം, തിയോളജിയന്മാർ ചിലപ്പോൾ എന്നെ കാണിക്കും. ആമേൻ. പ്രതിസന്ധികളും പോരാട്ടങ്ങളൊക്കെ വരുമ്പോൾ യേശു ക്രിസ്തുവിന്റെ രക്തം ജയം. വേണേ ഒന്ന് തെളിച്ച് പറഞ്ഞോണം, നസറായനാകുന്ന യേശു ക്രിസ്തുവിന്റെ രക്തം. പ്രൈസ് ദി ലോർഡ്. അതിൽ മാത്രമാണ് നമുക്ക് ജയം. ദൈവത്തിന്റെ മഹത്വം. ഇന്ന് രാത്രി പരാജയത്തിന്റെ പടുകുടിയിൽ ആരെങ്കിലും കിടക്കാൻ നിങ്ങൾ തിരിച്ചങ്ങനെ തിരിച്ചു പോകരുത്. നിനക്ക് ജയം തരുന്ന നസറയന്റെ രക്തമുണ്ട് ഇവിടെ. ആ രക്തത്തിൽ ആശ്രയിച്ചാൽ മതി. ദൈവത്തിന് മകത്ത് ഓടിച്ചു പോകാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒന്ന് ശോധനകളും പ്രതികളും വരുമ്പോൾ, 2 മാറ. ആ മാറയെ ദൈവം മധുരമാക്കും. ഞാൻ എപ്പോഴും പറയും, എവിടെ വെച്ച് കഴിച്ചോ അവിടെ വെച്ച് ദൈവം നിന്നെ മധുരിപ്പിക്കും. നിന്നെ ആര് കഴിപ്പിച്ചോ അവരെ കൂടി ദൈവം മധുരിപ്പിക്കും. ചിലതൊക്കെ ഞാൻ അനുഭവത്തിൽ നിന്നും കൂടെ പറയാറുണ്ട്. ചെറുവക്കൽ വെച്ച് കഴിച്ചെങ്കിൽ ചെറുതുരുത്തിയിലിട്ടല്ല മാനിക്കുന്നത്, ചെറുവക്ക വെച്ച് തന്നെ. പിന്നല്ലാതോ. സ്തോത്രം, സ്തോത്രം. കോട്ടയത്ത് വെച്ച് നീ കഴിച്ചെങ്കിൽ കോഴിക്കോട്ടിട്ടല്ല മാനിക്കുന്നേ, കോട്ടയത്ത് തന്നെ ഇട്ട് മാനിക്കും. കാഞ്ഞിരപ്പള്ളി സെന്ററല്ലേ ചോച്ചാ, ആ കാഞ്ഞിരപ്പള്ളി വെച്ച് കഴിച്ചെങ്കിൽ കാഞ്ഞിരപ്പള്ളി തന്നെ ഇട്ട് മാനിക്കും. ദൈവത്തിന്റെ വിശ്വസതയാ. പ്രൈസ് ദി ലോർഡ്. എവിടെ വെച്ച് കഴിച്ചോ അവിടെ വെച്ച് ദൈവം നിന്നെ മധുരിപ്പിക്കും. വിസ്തരിക്കുന്നില്ല. എന്തിൽ കഴിച്ചോ ആ വിഷയത്തിൽ ദൈവം നിന്നെ മധുരിപ്പിക്കും. ആര് നിന്നെ കഴിപ്പിച്ചോ അവരെ കൂടി ദൈവം നിന്നെ മധുരിപ്പിക്കും. ഞാൻ എപ്പോഴും എൻ്റെ അനുഭവത്തിൽ നിന്നും കൂടെ ചേർത്ത് പറയാറുണ്ട്, യോസേപ്പിനെ ചേട്ടന്മാരാ കഴിപ്പിച്ചത്. അയ്യോ, ചേട്ടന്മാരെല്ലാം കൂടെ ചെന്ന് പറഞ്ഞു, അപ്പച്ചാ യോസേപ്പ് ചത്തുപോയെന്ന്. യോസേപ്പ് തീർന്നു. ഇത് സമാപ്തു ഹുവ. ഒരു സംസ്കൃതം ഇരിക്കട്ടെ, എന്തിനായി മാലു ആ കൂടെ അറിയാവുന്ന അതാ, ഇനിയൊന്നും ചോദിക്കരുത്. ദൈവത്തിന് മഹത്വം. അപ്പച്ചാ യോസേപ്പ് ചത്തുപോയെന്ന്. യോസേപ്പ് ചത്തു. ഉടനെ അപ്പച്ചൻ പറഞ്ഞു, അവനങ്ങനെ ചാകാൻ സാധ്യതയില്ല, ചാകേണ്ട സമയമായില്ലല്ലോ. ഇല്ല അപ്പച്ചാ, അവൻ ചത്തു, തീർന്നു. ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷ പറഞ്ഞ, നിങ്ങൾ പറയുന്ന ഭാഷയാ വെടി തീർന്നെന്ന്. നിങ്ങൾ പറയത്തില്ലടാ, നീ പറഞ്ഞിട്ടില്ലേ? അല്ലെ അവൻ പറഞ്ഞിട്ടില്ലേ? അപ്പച്ചാ യോസേപ്പിന്റെ വെടി തീർന്നെന്ന്. പിന്നെ ഫേസ്ബുക്കിലും വാട്സപ്പിലും എല്ലാം യോസേപ്പിനെ പറ്റി അനുശോചനമാണ്. നല്ലൊരു സഹോദരനായിരുന്നു.
എല്ലാവരുടെയും ഗതി. ദൈവത്തിന് മകത്ത് ഇവന്മാരെല്ലാം കൂടെ ഉടുതുണി പറിച്ചെടുത്തതാ. വെള്ളമില്ലാത്ത പൊട്ടനക്കണിന് യോസേപ്പിനെ താട്ടി. പിന്നെ യോസേപ്പ് കൊണ്ടുവന്ന ഭക്ഷണം എല്ലാം കൂടി ഇവന്മാര് കഴിക്കുന്നെങ്കിലും ഇവര് പ്രാർത്ഥിച്ചാ ജീവനുള്ള സർവ്വത്തിനും ഭക്ഷണം നൽകുന്ന ഉണ്ടോന്നോ കുഴി കിടക്കുക. പിന്നെ പ്രൈസ് ആൻഡ് വർഷിപ്പ് അവനെ കുഴി തട്ടി. പിന്നെ ഈ രൂപേണി ഇവർ തലപൊക്കി നോക്കിയപ്പോൾ ഇശ്മയിലെ കച്ചവട സംഘത്തെ കണ്ടു പിടിച്ച് യോസേപ്പിനെ കരക്ക് കയറ്റി 10-20 വെള്ളിക്കാശിന് വിറ്റു. സന്നിനായകം ബോടനണ്ടി ബലാംപരിപ്പ് നാമ്പ്രാണി നറമ്പച്ച കൽവാനപ്പച്ച ഗുൽഗുലു ഇതൊക്കെ വിൽക്കുന്ന കച്ചവട വ്യാപാരത്തെ കണ്ട് പിടിച്ചു കയറ്റി വിറ്റു. എല്ലാം ഇവന്മാരൊത്തോണ്ടാണ്. അതോടെ ഇവന്മാര് പറഞ്ഞു യോസേപ്പ് തീർന്നു. അതുകൊണ്ടാ വന്ന അപ്പച്ച യോസേപ്പ് ചത്തുപോയെന്ന്. അപ്പൊ അപ്പച്ചൻ പറഞ്ഞു ചാകാൻ സാധ്യതയില്ല. ഇല്ലപ്പച്ച വെടി തീർന്നു. അപ്പച്ചൻ ചോദിച്ചു തെളിവുണ്ടോ? തേണ്ടേ ഇത് കാണിട്ടാ ഞാനിപ്പോ ഈ ഷാളുമൊക്കെ തേണ്ടപ്പച്ച യോസേപ്പിന്റെ ഒരു തുണി ആ തള്ളടയിൽ ഇരിപ്പുണ്ട്. ഇപ്പൊ ഇവന്മാരുടെ കയ്യിൽ ചുരുക്കി യോസേപ്പിന്റെ തുണിക്ക് ഡിമാൻഡ്. എന്തായാലും കൊള്ളാം. അപ്പച്ചൻ ഇങ്ങോട്ട് കൊണ്ടുപോയി നോക്കട്ടെ. നോക്കിയപ്പോൾ അപ്പച്ചൻ കൊടുത്ത അങ്കിയാ ചോരയൊക്കെ ഉണ്ട്. ഇന്നത്തെ പോലെ പരിശോധനാ മാർഗം വന്നില്ലല്ലോ. അപ്പച്ചൻ കരഞ്ഞു. എന്റെ ഭാഷയെ പറഞ്ഞ യോസേപ്പ് ചത്തെന്നും പറഞ്ഞ് ഇവന്മാരും അപ്പനും കൂടെ ചാത്ത ഉണ്ടപ്പം യോസേപ്പ് അപ്പറ യോഗം നടത്തുക. ഇവനെല്ലാം ചാത്ത കൊണ്ട് ഊപ്പാട് വരിക. യോസേപ്പ് ആദ്യം ചെന്നപ്പോഴേ എന്റെ ഭാഷ പരസ്യയോഗം നടത്തി. പരസ്യയോഗം ഇഷ്ടപ്പെട്ട പോത്തി കൊണ്ടുപോയി സുമയോഗം നടത്തി. സുമയോഗം എഫക്റ്റ് ആയിരുന്നു. അന്ന് മുതൽ ആ വീടിന് ദൈവം അങ്ങ് മാറ്റം വരുത്തി. അള്ള ചിലപ്പം മെനക്കേടായിരുന്നെങ്കിലും സ്തോത്രം ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. യോസേപ്പ് പ്രവർത്തിക്ക് അകത്ത് ചെന്നപ്പോൾ വസ്ത്രത്തിന്റെ അഗ്രത്തിൽ തൊട്ട് വസ്ത്രം ഇട്ടേച്ചവൻ അകത്തോട്ട് ഓടിയെന്നല്ല, ഓടേണ്ട സ്ഥലമുണ്ട്. പണ്ട് എനിക്ക് തോന്നുന്നത് ബെഞ്ചമിനാന്ന് തോന്നുന്നു. അദ്ദേഹം വന്നപ്പോൾ ഈ ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരു ചെറിയ പാലം. സന്ധ്യയാകുമ്പോൾ പാലത്തിന്റെ 2 കൈവരിലും യുവാക്കള് ഒക്കെ കയറിയിരുന്ന് കാലും വെച്ച് വഴിയെ പോകുന്ന സ്ത്രീകളെയൊക്കെ അസഭ്യം ഉണ്ടല്ലോ, അശ്ലീലം. പണ്ട് കാലമാ പീടിയെ പോകുന്ന സ്ത്രീകളെയൊക്കെ. അപ്പൊ ഇത് അവിടെ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു. അദ്ദേഹം ഒരു ദിവസം സന്ധ്യമയക്കത്തിന് ജീപ്പിൽ ഇങ്ങോട്ട് വന്ന് അന്നത്തെ കാലം ചാടി അങ്ങോട്ട് ഇറങ്ങി 2 ചവിട്ടി ഓടാന്ന് പറഞ്ഞു. കൈ വരുന്നതിനെല്ലാം എല്ലാവരും ഓടി. എടെ കൈ കിട്ടിയാൽ നല്ല ഇടി ഇടിക്കും. ഓടാന്ന് പറഞ്ഞു. എല്ലാവരും ഓടി. അപ്പൊ നമ്മുടെ ഞാൻ അച്ചായനുണ്ട്. അച്ചായൻ കുറെ ഓടിയിട്ട് തിരിച്ചു വന്ന് ചോദിച്ചു, സാറേ എങ്ങോട്ടാ ഓടണ്ടെന്ന്. കാരണം ഓടാൻ പറഞ്ഞ വഴി ഇങ്ങനെ കിടക്കുകയല്ലോ, എങ്ങോട്ടാ ലക്ഷ്യമില്ലാതെ. പല ബുദ്ധിമാൻ അയാൾ കുറച്ച് ഓടിയച്ച് പറഞ്ഞു, സാറേ എങ്ങോട്ടാ? വീട്ടിലോട്ട് പോടാ. എന്നാ ഞാൻ പോകുവാന്ന് പറഞ്ഞ് പുള്ളി പോയി. നമുക്കും അങ്ങനെ ലക്ഷ്യം വേണ്ടായോ? യോസേപ്പിന് ലക്ഷ്യമുണ്ടെന്നാ അകത്തോട്ട് ഓടാതെ പുറത്തോട്ട് ഓടി. അപവാദക്കുറ്റം അടിച്ചേൽപ്പിച്ച് യോസേപ്പിനെ കാരാഗൃഹത്തിൽ കൽത്തുറുങ്കിൽ അടച്ചെങ്കിലും യോസേപ്പിന് ഒന്നറിയാം, എന്നെ പുറത്തിറക്കുന്ന ഒരു ദൈവമുണ്ട്, എന്നെ വെളിയിൽ കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട്, എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. കർത്താവിന്റെ മഹത്വം. എന്തിനേറെ കുടുംബയോഗ എഫക്റ്റായിരുന്നു. ആക്ഷേപങ്ങളൊക്കെ വന്നെങ്കിലും കാരാഗൃഹത്തിൽ കടന്നു. അല്ല, കാരാഗൃഹത്തിൽ പോയതും ശുശ്രൂഷയായിരുന്നല്ലോ. ഇയോട് പിന്നെ അവിടെ ചെന്ന് ശുശ്രൂഷയായിരുന്നു. 2 പ്രമാണിമാര്, അപ്പക്കാര പ്രമാണിയും 2 പ്രമാണിമാര്. ഈ പ്രമാണിമാർക്കാണല്ലോ കൂടുതൽ ദുഃഖം. പിന്നെ പ്രവർത്തനം ബേബി ആത്മാവിൽ നന്നായിട്ട് നിറയും. കോടിക്കണക്കിന് കാശുള്ള അവറാച്ചൻ ഇരിക്കുക. നിരാശ എല്ലാവരുടെയും കാര്യമല്ല. അടുക്കളപ്പണി ചെയ്യുന്നത് അങ്കയാണ്ട് ആത്മാവിൽ നൃത്തം ചെയ്യുന്നു. ആ വീട്ടിന്റെ കൊച്ചമ്മ അനങ്ങാൻ മേലാതെ. പ്രമാണിമാർക്കായിരുന്നു ദുഃഖം. 2 പ്രമാണിമാരും വിഷാദിച്ചിരിക്കുക. യോസേപ്പ് കാര്യം ഇടഞ്ഞു ചോദിച്ചപ്പോ കാര്യം പറഞ്ഞു. അവിടെയും സ്വപ്ന വ്യാഖ്യാനം നടത്തി. എന്തിനേറെ യോസേപ്പിനെ തക്ക സമയാപ്പം ദൈവം പുറത്തു കൊണ്ടുവന്നു. യോസേപ്പ് ചത്തെന്ന് പറഞ്ഞ് ചേട്ടന്മാര് ചാത്ത കൊണ്ടപ്പോ യോസേപ്പിനെ ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കുക. ഇതിന്റെ എല്ലാം പിമ്പിൽ നീ അങ്ങ് പ്രാർത്ഥിച്ചോണ്ടാ മതി. പ്രാർത്ഥനയുടെ മുൻപിൽ ഒരു ശക്തി നിന്നെ തൊടുകയല്ല.
ഞാൻ ആ ഓടിച്ച ഭാഗം വിട്ട് എടുത്ത വാക്യത്തോട് കൂടുപെടുത്തല്ല, ഇങ്ങനെ അങ്ങ് പോകും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അങ്ങനെ ഇവര് യോസേഫിന്റെ കാലത്ത് മിസ്രയീമിലെത്തി. ദൈവം തന്നെ ജനത്തെ വർദ്ധിപ്പിച്ചു. ഒടുവിൽ മോശ മുഖാന്തരം ഇവരെ പുറപ്പെടുവിച്ചു. ചെങ്കടൽ കിടത്തി മരുഭൂമി കൂടി പ്രയാണം ചെയ്യിച്ച് 40 കൊല്ലം കൊണ്ട് 42 എണ്ണെങ്കിലും പാളയമടിച്ച് ഇതിനിടയ്ക്ക് ഹോർ പർവ്വതത്തിൽ അഹരോൻ വീണ് മരിച്ചു. മോശ അതിനുശേഷം മരിച്ചു. ദൈവമടക്കി കാദേശ് വെച്ച് മിരിയാം മരിച്ചു. മോശയുടെ ശേഷം മോശയുടെ കൈക്ക് വെള്ളമടിച്ച യോശുവ ശുശ്രൂഷ ഏറ്റെടുത്ത് യോശുവയുടെ നേതൃത്വത്തിൽ യോർദാൻ കടന്ന് മുൻപോട്ട് വരികയാ. എരികോക്കട്ട പിടിച്ചടക്കി, ഹായി പട്ടണം പിടിച്ചടക്കി, ഗിബയോൻ പട്ടണം പിടിച്ചടക്കി. ഇവര് ദേശത്ത് വന്ന് പാർത്ത് ദേശം ചീട്ടിട്ട് പകത്ത് കൊടുത്തു. ആമേൻ. സമാഗമന കൂടാരം ശീലോവിൽ കൊണ്ട് സ്ഥാപിച്ചു. അത് എബ്രയീം ഗോത്രത്തിന് അവകാശമായി കിട്ടിയ ആ സ്ഥലത്തോട് ബന്ധപ്പെട്ട് അങ്ങനെ ഇവരെ ദൈവം തമ്പുരാൻ നടത്തി. ന്യായാധിപന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചു. ശങ്കർ, ഒക്കിനിയേൽ, ഏഹൂദ്, എടങ്കയ്യൻ, ഏഹൂദ്, ദബോര, ബാരാക്ക്, ഇബ്താഖ്, ഗിദെയോൻ, ശിംശോൻ വിവരിപ്പാൻ സമയം പോരുന്ന എബ്രായ ലേഖനത്തിൽ ഒടുവിൽ ശാമുവേൽ വരെയുള്ള ന്യായാധിപനും പ്രവാചകനെയും കൂടെ ദൈവം എഴുന്നേൽപ്പിച്ചു. ഒടുവിൽ ഇവര് ശടിച്ചു. ഞങ്ങൾക്കൊരു രാജാവിനെ തരണം. ദൈവം തമ്പുരാൻ പറഞ്ഞു, ഞാനാ നിങ്ങളുടെ രാജാവ്. അല്ലല്ല, ഞങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ രാജാവിനെ വേണം. അവൻ കണ്ടമാനം നിർബന്ധിച്ചപ്പം ദൈവം ഒരു രാജാവിനെ കൊടുത്തു. ഹോശിയ പ്രവചനത്തിൽ വായിക്കുന്നത് സന്തോഷത്തോട് കൊടുത്തതല്ല, കോപത്തിൽ ഒരുത്തനെ കൊടുത്തെന്ന. പിന്നെ കോപത്തിലാണെങ്കിലും കൊടുത്തപ്പം നല്ലതിനെയാ ദൈവം. ദൈവത്തിന് അങ്ങനെ ഏറ്റവും നല്ലത് ചാകാനാണെങ്കിലും ബെൻസ് ഇടിച്ച് ആകണം. വെട്ടിയോട്ടോ തട്ടി ഇവിടെ പറയുന്നതിന് ഒരു ചാക്കോച്ചൻ അങ്ങനെ വെച്ച് ബെൻസ് ഇടിച്ചാ മരിച്ചോ? എവിടെ വെച്ചാ? ടൗണിൽ നിന്നപ്പോ ആയൂര്. പങ്കച്ചൻ എങ്ങനെ മരിച്ച? ഓ, അത് പെട്ടിയോട്ട മുട്ടി. ഒരു സുഖറില്ല. പിന്നെ എല്ലാത്തിനും ദൈവം കൊടുക്കുമ്പോ എല്ലാം അത് നശിക്കാനാ കൊടുത്തതെങ്കിലും ഗുണമുള്ളതിനെയാ. ഇസ്രായേലിലെ പുരുഷന്മാരെ ഇറക്കി നിർത്തിയാൽ തോൾപ്പക്കമുള്ള ഒരുത്തൻ, കാശുള്ള വീട്ടിലെ ആളും, കാശുള്ള കീശിന്റെ മകൻ, ബെന്യാമീൻ ഗോത്രജൻ, ദൈവം അങ്ങോട്ട് കൊടുത്തു. കോപത്തിലാ കൊടുത്തത്, വിവരിക്കുന്നില്ല. പുള്ളി ഈ ശുശ്രൂഷയൊന്നും പുള്ളിക്ക് വിഷയമല്ല. ആദ്യത്തെ 1-2 കൊല്ലമൊക്കെ ഒരു പരുവത്തിന് നിന്ന് പിന്നെ പരുവക്കേടായിരുന്നു. പുള്ളിക്ക് ഈ ശുശ്രൂഷയല്ല വിഷയം. പുള്ളി മിക്കപ്പോഴും ഈ മിക്രോനിൽ മാതളനാരകത്തിന്റെ കീഴിലാണ്. മാതളമൊക്കെ അടിച്ച് ജ്യൂസും ഒക്കെ കുടിച്ച് തോട് തേനിനകത്ത് ചാലിച്ച്. ഒരു വാക്യം വായിച്ചോ, 14:1. ഒരു ദിവസം ശൗലിന്റെ മകൻ യോനാഥാൻ തന്റെ ആയുധവാഹനായ ബാല്യക്കാരനോട്, വരിക, നാം അങ്ങോട്ട് ഫെലിസ്ത്യന്റെ പട്ടാളത്തിന്റെ നേരെ ചെല്ലുക എന്ന് പറഞ്ഞു. അടുത്തത് അവൻ അപ്പനോട് പറഞ്ഞില്ല താനും. അപ്പനോട് എന്തിനാ പറയുന്നത്? ഒരേ പതയും ചാടി നിൽക്കല്ലേ, ഭൂതം കയറി. പിന്നെ ദാവീദ് കിന്നരം വായിക്കുമ്പോ പുള്ളിക്ക് അല്പം എന്തോ പറയാനാ. അടുത്ത വാക്യം, ശൗൽ ഗിബയുടെ അതിരിങ്കൽ മിക്രോനിലെ മാതള നാരകത്തിന് കീഴിൽ ഇരിക്കുകയായിരുന്നു. പുള്ളിക്ക് ആഭ്യന്തരം ശ്രദ്ധിക്കാനോ പ്രാർത്ഥനകളെ അന്തരീക്ഷം നോക്കാൻ നേരമില്ല. അതുകൊണ്ടാണല്ലോ പുസ്തകത്തിൽ വായിക്കുന്ന ഇസ്രായേലിൽ ഒറ്റ കൊല്ലനില്ല, ആയുധം തീർക്കുന്നവനില്ല. 13-ാം അധ്യായത്തിന്റെ 19 ചേർത്ത് വായിച്ചോ. ദൈവമക്കളും കർത്താവിന്റെ ദാസന്മാരും ഏറെയുള്ളത് കൊണ്ടാണ് ഈ നിലയിൽ പോകുന്നത്. വായിച്ചോ 13-19. എന്നാൽ ഇസ്രായേൽ ദേശത്തെങ്ങും ഒരു കൊല്ലനെ ഒറ്റ കൊല്ലനെ ഇപ്പൊ കാണാൻ ഇല്ലായിരുന്നു. കൊല്ലന്റെ പണി തന്നെ ആയുധം ഉണ്ടാക്കുക. കൊല്ലന്റെ പണി പെന്തിക്കോസുകാരന്റെ പണി തന്നെ. അവനുണ്ടാക്കുന്ന പാര എടുത്ത് കുഞ്ഞുഞ്ഞിന് വെച്ച ചനങ്ങാതിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് നോക്കുക വെച്ച പാര കേൾക്കുന്നുണ്ടോ എന്ന്. എടാ, നിന്റെ പണിയും ആയുധപ്പുരയിലിരിക്കുക. എന്റെയും നിന്റെയും ആമൻ സ്തോത്രം ആയുധപ്പുര പ്രാർത്ഥനാ മുറിയ. പെന്തിക്കോസുകാരന്റെ ആയുധപ്പുര പ്രാർത്ഥനാ മുറിയ. ദൈവത്തിന് മക്കൾ വീട് പണിയുമ്പോൾ പ്രാർത്ഥനാ മുറി ആയിരിക്കണം, മെച്ചപ്പെട്ട് പണിയണ്ടേ. നമ്മളെല്ലാരും പ്രാർത്ഥനാ മുറി ചെറുതാക്കുക. സ്തോത്രം. ചിലരത് നന്നായി പണിയുന്നവരുണ്ട്. പ്രാർത്ഥനാ മുറിയാണ് നന്നാക്കേണ്ടത്. ഒറ്റ കൊല്ലനെ കാണില്ല, കൊല്ലന്റെ പണി ആയുധം ഉണ്ടാക്കുക. ഈ ആയുധത്തിന് വഞ്ഞമില്ലാത്തതിനാൽ യുദ്ധത്തിൽ ജയമുണ്ട് ഇസ്രായേലിന്. അത് ഫെലിസ്തരെ കണ്ടുപിടിച്ചിട്ട് ഇസ്രായേലിലെ കൊല്ലനെയെല്ലാം ഫെലിസ്തൻ ഒതുക്കി. 13-19 ഒന്നുകൂടെ വായിച്ചോ. എന്നാൽ ഇസ്രായേൽ ദേശത്തെങ്ങും ഒരു കൊല്ലനെ കാണാനില്ല, ഒരൊറ്റ കൊല്ലനെ കാണാനില്ല. എബ്രായർ വാളോ കുന്തമോ തീർപ്പിക്കരുതെന്ന് ഫെലിസ്തീന് പറഞ്ഞു. ഇസ്രായേൽ തങ്ങളുടെ കൊഴു, കലപ്പ, മഴു, മമ്മട്ടി എന്നിവ കാച്ചിപ്പാൻ ഫെലിസ്തീൻ എടുക്കാൻ ചെല്ലേണ്ടി വന്നു. ഗതികേട് നോക്കിയാൽ ഇതെല്ലാം കൂടെ പൊക്കിക്കൊണ്ട് അങ്ങോട്ട് ചെല്ലുക. ഒഴു, കലപ്പ, മഴു, മമ്പട്ടി എന്നിവ കാച്ചിപ്പാൻ. അവിടെ നല്ല കാച്ചും. അങ്ങനല്ലേ എഴുതിയേക്കുന്നേ? നിങ്ങൾ എന്നെ ഇങ്ങനെ നോക്കുന്നേ? എനിക്കിപ്പോ പുസ്തകം പ്രസംഗിക്കാൻ മേലേ? ഇവരിങ്ങനെ കൊഴു, കലപ്പ, മഴു, മമ്മട്ടി എന്നിവ കാച്ചിപ്പാൻ
ഫെലിസ്ത്യരുടെ അടുക്കൽ ചെല്ലേണ്ടി വന്നു. ഗതികേട് നോക്കണം, വിവരിക്കുന്നില്ല അടുത്തത്. എന്നാൽ മൺവെട്ടി, എന്നാൽ മമ്പട്ടി, കലപ്പ, മുപ്പല്ലി എന്നിവയ്ക്കായിട്ട് മുടിങ്കോൽ കൂടിപ്പിപ്പാനും അവർക്ക് അരമുണ്ടായിരുന്നു. അടുത്ത വാക്യം, ആകയാൽ യുദ്ധസമയത്ത് ശൗലിനോട് ശൗലിനോട് യോനാഥാനും കൂടുകൾ ജനത്തിൽ ഒറ്റ ഒരുത്തിന് വാളുമില്ല, കുന്തവും ഉണ്ടായിരുന്നില്ല. കുന്തവെന്നൊന്നും ഇപ്പൊ പറയാൻ മേലെന്നാ, വേദപുസ്തകമായോണ്ട് പറയാം. ഒറ്റയൊരുത്തിന് വാളുമില്ല, കുന്തവും ഉണ്ടായിരുന്നില്ല. ഈ യുദ്ധസമയത്ത് ഒറ്റയൊരുത്തിന് വാളും കുന്തവുമില്ല. വേറൊരു ഭാഗത്തെ കണക്ക് കൊടുത്തിട്ടുണ്ട്, കണക്ക് എത്ര പേർക്കാന്ന് വേറൊരു വിഷയത്തിലാ. വായിച്ചോ, ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 6 മുതൽ വായിച്ചേ, കണക്കുണ്ടല്ലോ വേറൊരു ഭാഗത്ത്. 5-ന്റെ 6 മുതൽ. അനാത്തിൻ പുത്രനായ ശങ്കരൻ നാളിൽ യായേലും കാലത്ത് പാതകൾ ശൂന്യമായി വഴിപോക്കർ വളഞ്ഞ വഴികളിൽ കൂടെ നടന്നു. ദബോറയാകുന്ന ഞാൻ എഴുന്നേക്ക് വരെ ഇസ്രയേലി മാതാവായിട്ട് എഴുന്നേക്കുന്ന ആൾ വരെ നായകന്മാർ ഇസ്രയേലി അശേഷമില്ല. അവർ നൂതന ദേവന്മാരെ ഭരിച്ചു, ഗോപുരത്തുവാരത്തെങ്കിൽ യുദ്ധം ഭവിച്ചു. അടുത്ത വാക്യം, ഇസ്രായേലിന്റെ 40,000 മധ്യേ പരിചയം കുന്തവും കണ്ടതേയില്ല. ആളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, കുന്തവും പരിചയമില്ല. ചെല്ലിപ്പുറത്തില് ഭയങ്കര എത്രണ്ണത്തിനുണ്ട് കുന്തവും പരിചയം? ആളിഷ്ടം പോലുണ്ട്, ഒറ്റയൊരുത്തിന് വാളുമില്ല. ഇനി ഉള്ളത് ആർക്കാ? ഉള്ളത് ശൗലിനും അവന്റെ മകൻ. അതങ്ങനെ 13-ന്റെ 19 അങ്ങനല്ലേ എഴുതിയേക്കുന്നത്. ലാസ്റ്റില് യോനാഥാനും അവന്റെ മകൻ ശൗലിനും മാത്രമേ ഉള്ളെന്നാ താഴത്തെ വാക്യത്തിലുണ്ടല്ലോ, മുമ്പേ വായിച്ചതിന് താഴെ. ശൗമേലിന്റെ 1-ാം പുസ്തകം 13-ാം അധ്യായത്തിന്റെ 19 മുതലേ മുമ്പേ വായിച്ചത്. അതിന്റെ ഒടുവിൽ കിടപ്പുണ്ട്. ശൗലിനും അവന്റെ മകൻ യോനാഥാനും മാത്രമേ വാളും കുന്തവും ഉണ്ടായിരുന്നില്ല. ശൗലിനും അവന്റെ മകൻ യോനാഥാനും മാത്രമേ വാളും കുന്തവും ഉണ്ടായിരുന്നുള്ളൂ. ഈ യോനാഥാന് വെളിവുണ്ടെങ്കിൽ അപ്പന് വെളിവില്ല. അതുകൊണ്ട് പുള്ളിക്ക് ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. ഇനി ശൗലിന് ആയുധമുണ്ട്, ഇവന്റെ ആയുധത്തിനും കുഴപ്പമാണ്. ശൗല് മരിച്ചപ്പോൾ ദാവീദ് പാട്ട് പാടിയപ്പോൾ ആ കാര്യം പ്രസ്താവിച്ചു. ശമൂവേലിന്റെ 2-ാം പുസ്തകം 1-ാം അധ്യായത്തിന്റെ 17 മുതൽ വായിച്ചു. അനന്തരം ദാവീദ് ശൗലിനെയും അവന്റെ മകനായ യോനാഥാനെയും കുറിച്ച് ഈ വിലാപഗീതം ചൊല്ലി. ഈ വിലാപകാവ്യം ചൊല്ലിയത്, അവൻ യഹൂദാ മക്കളെ ധനുർഗീതം അഭ്യസിപ്പിക്കുവാൻ കൽപ്പിച്ചു. ശൂരന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ, ഇസ്രായേലേ നിന്റെ പ്രതാപമായവൻ നിന്റെ ഗിരികളിൽ നിഹിതന്മാരായി പട്ടുപോയത് എങ്ങനെ ഗത്തിൽ പ്രസിദ്ധപ്പെടുത്തരുത്. അസ്കലോം വീഥികളിൽ ഘോഷിക്കരുത്, ഫെലിസ്ത്യ പുത്രിമാർ സന്തോഷിക്കരുത്, അഗ്രചർമ്മകളുടെ കന്യകമാർ ഉല്ലസിക്കരുത്. ഗിൽബോവ പർവ്വതങ്ങളെ നിങ്ങളുടെ മേൽ മഞ്ഞോ മഴയോ വഴിപാട് നിലങ്ങളോ വഴിപാട് നിലങ്ങൾ ഇല്ലാതെയും പോകട്ടെ. അവിടെയല്ലോ വീരന്മാരുടെ പരിചയം എറിഞ്ഞു കളഞ്ഞത് ശൗലിന്റെ തൈലാഭിഷേകമില്ലാത്ത ആയുധമുണ്ട്, പക്ഷേ അഭിഷേകമില്ല. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതല് ആയുധത്തിൽ അഭിഷേകം ഉണ്ടായിരിക്കണം. ഒരു ചുള്ളിക്കമ്പെടുത്താലും അതിനകത്ത് അഭിഷേകം ഉണ്ടായിരിക്കണം. അവൻ കയ്യിലൊന്നുമില്ലാതിരിക്കെ ശിംശോൻ നോക്കിയപ്പോൾ ഒരു കഴുതയുടെ പച്ചത്താടികൾ എടുത്തുകൊണ്ട് ഫെലിസ്ത്യരെ അടിച്ചൊതുക്കി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നമ്മുടെ മേലുള്ളതിന്റെ മേൽ ദൈവം അഭിഷേകം വ്യാപരിക്കും. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും, സഭയിലുള്ള എല്ലാവരും അഭിഷേകം പ്രാപിക്കണം. സകല കമ്മിറ്റിയും സകല കൗൺസിലും സെക്രട്ടറിയും ട്രഷററും സകല എണ്ണവും അഭിഷേകം പ്രാപിക്കണം. അഭിഷേകം പ്രാപിച്ച് ദൈവത്തെ ആരാധിക്കണം. ഇത് അവൻ ആരാധനയുടെ മഹത്വം അനുഭവിച്ച ദൈവമക്കളായി വിട്ടിരിക്കുന്നത്. അതാ ഞാൻ അടുത്ത വാക്യത്തോട് കൂടുതലർത്ത് വരിക. അങ്ങനെ ശൗൽ ദാരുണമായി കൊല്ലപ്പെട്ടു. അവൻ സ്തോത്രം ദാവീദിനെ ദൈവം രാജാവാക്കി. ദാവീദിന്റെ കാലം വന്നപ്പോൾ എല്ലാത്തിനും ഒരു ക്രമീകരണം വരുത്തിയത്. എല്ലാ ക്രമീകരണങ്ങളും വരുത്തിയെങ്കിൽ ഇവിടെ നമ്മൾ ശമൂവേലിന്റെ 2-ാം പുസ്തകം 17-ാം അധ്യായത്തിന്റെ 27-ാമല്ലോ കുറുവാക്യം വായിച്ചത്. ഓടിച്ചു വായിക്കുക, ഒന്നുകൂടെ വായിച്ചാട്ടെ. ദാവീദ് മഹനയീമിലെത്തിയപ്പോൾ മതി നിർത്തിക്കേ. ദാവീദ് മഹനയീമിലെത്തി. യെരൂശലേമിൽ സിംഹാസനത്തിൽ കിരീടധാരിയായിട്ട് പൊൻചങ്കോൽ പിടിച്ച് രാജവസ്ത്രം ധരിച്ച് സകല പ്രൗഢതയോടും രാജഭരണം നടത്തേണ്ട മഹാരാജാവാകുന്ന ദാവീദ് ഇപ്പോൾ മഹനയീമിലെത്തി. എന്തുകൊണ്ടാണ് ദാവീദ് മഹനയീമിലെത്തിയത്? ഒറ്റവാക്കി പറഞ്ഞാൽ സ്വപുത്രന്റെ മത്സരം. നമ്മൾ ഈ പെന്തിക്കോസുകാര് ആഭിചാരോ ക്ഷുദ്രമെന്നൊക്കെ പറയും. അത് അയലത്തുകാരൊന്നും ചെയ്യണ്ട, അപ്പുറത്തുകാരും ചെയ്യണ്ട. സഭയ്ക്കകത്തിരിക്കുന്ന 2 എണ്ണം മത്സരിച്ചാൽ ആഭിചാരത്തിന്റെ എഫക്റ്റാ. കുടുംബത്തിനകത്ത് ഭാര്യയും ഭർത്താവും മത്സരിച്ചാ ജീവിക്കുന്നെങ്കിൽ അപ്പുറത്തുകാർ നിനക്ക് കൂടോത്രം ചെയ്യണ്ട, നിന്റെ വീട്ടിൽ ആഭിചാരത്തിന്റെ ശക്തിയാണ്, എഫക്റ്റാ. ചില സഭകളിലെ സെക്രട്ടറിയും പാസ്റ്ററും അല്ലെ കമ്മിറ്റി എല്ലാം കൂടെ മത്സരമാ. ആ സഭയ്ക്കകത്ത് വേറെ ആരും കൂടോത്രം ചെയ്യണ്ട, അവൻ ആഭിചാരത്തിന്റെ എഫക്റ്റാ.
മത്സരം ആഭിചാരദോഷം പോലെ ഇന്ന് രാത്രി. അതുകൊണ്ട് മത്സരിക്കരുത്. അവൻ ഏകാത്മാവി നിറഞ്ഞ് ഏകഭാവം പൂണ്ട് ഏക സ്നേഹത്തിൽ ഐക്യമത്യപ്പെട്ട് നിന്നാൽ ദൈവിക വിടുതൽ അനുഭവിക്കാം. ഇവിടെ സ്വപുത്രന്റെ മത്സരമാണ് ഈ പ്രിയപിതാവിനെ മഹനീമിൽ എത്തിച്ചത്. അതെന്താ? അബ്ശാലോമിന്റെ മത്സരം. നിങ്ങൾക്ക് വചനമൊക്കെ നന്നായിട്ട് അറിയാം. ദൈവത്തിന് മഹത്വം. വിശേഷിച്ച് ജൂബിഡാനിയൽ പാസ്റ്റിരിക്കുന്നിടത്തൊക്കെ എനിക്ക് വചനം പ്രസംഗിക്കാനും തോസോടിക്കാനും ഇവരെല്ലാം പേടിയാ. എങ്കിലും ഞാൻ കൃപയിൽ നിന്ന് അങ്ങ് പറയുക, ദൈവത്തിന് തെറ്റുകാന്ന് ക്ഷമിക്കണം. ദൈവത്തിന്റെ മഹത്വം. എന്തുകൊണ്ട് അബ്ശാലോമിന്റെ മത്സരം? എന്തുവാ മത്സരം? അബ്ശാലോമിന് അധികാരം കിട്ടണം. കസേര കളിയാണല്ലോ കൂടുതലും. കസേര കിട്ടണം. എങ്ങനെയാലും ഒരു കസേര ചാകുന്നതിന് മുന്നേ, ചെല്ലു പറഞ്ഞു കേട്ടല്ലോ, എനിക്ക് ചാകുന്നതിന് മുന്നേ ആ കസേരയിലൊന്ന് ഇരിക്കണം. ചെല്ലു പറഞ്ഞു എനിക്ക് അതിൽ ഇരുന്ന് കഴിഞ്ഞോന്ന് യാത്താ മതി. മിടുക്കന്മാര് പറഞ്ഞു എനിക്ക് അതിൽ ഇരുന്നോണ്ട് ചാകണം. കാല് വേദനിക്കുന്നു, ഇരുന്നോണ്ട് ചാകണം. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾക്ക് അറിവുള്ളതാ. സൂത്രത്തിലൊന്നും സമ്പാദിക്കരുത്, സൂത്രബുദ്ധിയിലൊന്നും നേടിയെടുക്കരുത്. ഒരുവനെ ഒരു സ്ഥാനത്താക്കുവാൻ ദൈവം പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ സമയമാകുമ്പോൾ ദൈവം നിന്നെ അവിടെ ഇരുത്തും. ഒരുവന് ഒരു അധ്യക്ഷ സ്ഥാനം കൊടുക്കുവാൻ ദൈവം പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ നിനക്ക് വിരോധമായിട്ട് ആര് പാളയം പറഞ്ഞാലും ഏക്കത്തില്ല. ടൈം ആകുമ്പോൾ ദൈവം നിന്നെ അവിടെ കൊണ്ടുവരും. നിങ്ങൾ വചനത്തിലൊക്കെ തിട്ടമുള്ളവരാണല്ലോ. കയ്യിന് ഒരു മകൻ ജനിച്ചു. ദൈവത്തിന് സ്തോത്രം. ഹാനോക്ക് ജനിച്ചപ്പോൾ അപ്പൻ ഒരു പട്ടണം പണിതു. പട്ടണത്തിന് പേരിട്ടത് ഹാനോക്കെന്ന്. ഹാനോക്ക് പട്ടണം. കാരണം അപ്പൻ്റെ സൂത്രബുദ്ധി മകന്റെ പേരിനാൽ ഈ പട്ടണം അറിയപ്പെടണം. എല്ലാവരും അറിയപ്പെടണം മകന്റെ പേരിന്. കുഴപ്പമില്ല, ഞാൻ തട്ടി വീഴി, ഞാൻ കൂടെ മകന്റെ പേരിനാൽ ഈ പട്ടണം. സൂത്രബുദ്ധിയിൽ പട്ടണം പണിത് പേര് വെക്ക മെച്ചമാ. പക്ഷേ എത്ര നാൾ നിന്നു? വെള്ളപ്പൊക്കം വരെ. സൂത്രബുദ്ധിയിൽ സമ്പാദിക്കുന്നത് നേടിയെടുക്കുന്നത് അധിക നാൾ നിൽക്കത്തില്ല. എന്നാൽ ദൈവം ഒരു സ്ഥാനത്തൊരുത്തനെ ആക്കിയാൽ നിനക്കൊരു കുഴപ്പവും വരികയില്ല. അപ്പൊ ഈ കസേരയ്ക്കുള്ള വ്യാമോഹം അബ്ശാലോമിന് എങ്ങനെയെങ്കിലും കസേരയിലിരിക്കണം. അതുകൊണ്ട് അബ്ശാലോം തന്ത്രങ്ങൾ മെനഞ്ഞു. ദൈവത്തിന്റെ മഹത്വം. ദാവീദിനോട് കസേര ചോദിച്ചാൽ ദാവീദ് കൊടുക്കത്തില്ല. വിദ്വേഷം ഉണ്ടായിട്ടല്ല, അഭിഷേകമില്ലാഞ്ഞിട്ട. ഇസ്രായേൽ ഒരുവൻ രാജാവാകണമെങ്കിൽ അഭിഷേകം പ്രാപിച്ചിരിക്കണം. 3 അഭിഷേകമാ പ്രധാനം: രാജാഭിഷേകം, പുരോഹിതി അഭിഷേകം, പ്രവാചക അഭിഷേകം. പിന്നെ ഞാൻ വചനം പറയുമ്പോൾ പറയും വേറെ ഉണ്ട് അഭിഷേകം. യാക്കോബ് ഒരിക്കൽ അഭിഷേകം ചെയ്ത് കല്ല് നാട്ടിൽ തലയണയായി വെച്ച കല്ലെടുത്ത് തൂണാക്കി നിർത്തി എണ്ണ ഒഴിച്ചെന്ന അതിന് കരിങ്കല്ലിന്റെ അഭിഷേകം എന്ന. അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ഇടയിലും ഉണ്ട്. കരിങ്കല്ല് പോലായിരിക്കുന്നത് അവരും അഭിഷേകം. അത് കല്ലഭിഷേകമാണ്. അത് ഈ പ്രധാന അഭിഷേകം. അപ്പൊ അബ്ശാലോം രാജ്യത്വം ചോദിച്ചാൽ, കസേര ചോദിച്ചാൽ ദാവീദ് കൊടുക്കത്തില്ല. വിദ്വേഷം ഉണ്ടായിട്ടല്ല, അഭിഷേകമില്ലാഞ്ഞിട്ടാ. അതുകൊണ്ട് ഇവൻ തന്ത്രമുണ്ടാക്കി. എല്ലാ ഭാഗവും എടുക്കുന്നില്ല. നിങ്ങൾക്ക് വചനത്തിൽ തിട്ടമുണ്ടല്ലോ, അബ്ശാലോം അധികാലത്ത് എഴുന്നേക്കുമെന്ന. അങ്ങനെയല്ലോ എഴുതിയേക്കുന്നേ. എഴുന്നേറ്റ് പടിവാതിക്കൽ വഴികരികെ നിൽക്കും. ആ പ്രാർത്ഥിക്കാൻ നിൽക്കുകയല്ല, പാര വെക്കാൻ നിൽക്കുക. അധികാലത്ത് ആരെങ്കിലും ഇസ്രായേലിൽ വ്യവഹാരം ഉണ്ടായിട്ട് മഹാരാജാവിനെ മുഖം കാണിക്കാൻ വന്നാൽ അവൻ ആൾക്കാരെ അകത്തോട്ട് വിടത്തില്ല. വരുന്നവനോട് ചോദിക്കും പേരെന്നാ, നാളെന്നാ, എവിടുന്ന് വരുന്നു? അവൻ പറയും ഞാൻ ഇന്ന പട്ടണക്കാരൻ ഇന്നടത്തുനിന്ന് വരുന്നു പറയുമ്പോൾ അബ്ശാലോം അവനോട് നിന്റെ കാര്യം പറയാന്ന് പറയും. അവൻ കാര്യം പറയാ നീ പറഞ്ഞ കാര്യമെല്ലാം നേരിന്യായോ എന്ന് പറഞ്ഞ ചക്കരവാക്കും മുഖസ്തുതിയും പറഞ്ഞ് അബ്ശാലോം ഇസ്രായേലിനെ വശീകരിക്കുക. ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, ചക്കരവാക്കും മുഖസ്തുതി ഒന്നും കേട്ട് ദൈവമക്കൾ അളകരുത്. ഇവൻ ചക്കരവാക്കും മുഖസ്തുതിയും പറയാ നീ പറഞ്ഞ കാര്യമല്ല നേര് ന്യായമുള്ളത്. എന്നിട്ട് പറയാ ആ വഴക്കം വ്യവഹാരമുള്ളവരെല്ലാം കൂടെ 4-ാം വാക്യം 15:4 ആ വഴക്കും വ്യവഹാരമുള്ളവരൊക്കെ വ്യവഹാരമുള്ളവരെല്ലാം കൂടി എന്റെ അടുക്ക വന്നിട്ട് ഞാൻ അവർക്ക് ന്യായം തീർപ്പാൻ തക്കവണ്ണം എന്നെ ദേശത്ത് ന്യായാധിപതിയാക്കിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് അബ്ശാലോം പറയും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ചക്കരവാക്കും മുഖസ്തുതി. എന്നിട്ട് ആരെങ്കിലും ഇവനെ കാണാൻ വന്നാൽ കെട്ടിപ്പിടിച്ച് ചുംബനം ചെയ്യും. 5-ാം വാക്യം രാജാവിന്റെ അടുക്കൽ ന്യായവിസ്താരത്തിന് വരുന്ന എല്ലാ ഇസ്രായേലിനോടും അബ്ശാലോം ഇമ്മണ്ണം തന്നെ ചെയ്തു. 5-ാം വാക്യം ആരെങ്കിലും അവനെ നമസ്കരിപ്പാൻ നടത്തിയാൽ അവൻ കൈ നീട്ടി കെട്ടിപ്പിടിച്ച് അവനെ ചുംബനം ചെയ്യും എന്ന് പറഞ്ഞ ചക്കരവാക്കും മുഖസ്തുതിയും കെട്ടിപ്പിടുത്തവും മുത്തമിടിയിലും. എന്നിട്ട് 6-ാം വാക്യത്തിന്റെ ഒടുവിൽ വായിച്ചേ അങ്ങനെ അബ്ശാലോം എങ്ങനെ ചക്കരവാക്ക് മുഖസ്തുതി കെട്ടിപ്പിടുത്ത മുത്തമടിയില് 12-ാം വാക്യത്തിന്റെ ഒടുവിൽ ഇങ്ങനെ ഉണ്ടല്ലോ. ഇങ്ങനെ 6-ാം വാക്യത്തിന്റെ ഒടുവിൽ അങ്ങനെ, 12-ന്റെ ഒടുവിൽ ഇങ്ങനെ. അപ്പൊ അങ്ങനെയൊക്കെ ജനത്തെ വശീകരിച്ചു. ചക്കരവാക്കും മുഖസ്തുതി എല്ലാം പറഞ്ഞ് ജനത്തെ വശീകരിച്ചു. ചുരുക്കി പറഞ്ഞാൽ ജനമല്ല അബ്ശാലോമിന്റെ പക്ഷം.
ഒരു സുപ്രഭാതത്തിൽ ഇവന് ദാവീദിനോട് പറഞ്ഞു, ഞാൻ ഹെബ്രോനിൽ പോയി യാഗം കഴിക്കാൻ പോകുക. ദാവീദ് ചോദിച്ചു, എന്നെ നിനക്ക് ഇപ്പോൾ ഒരു ഉണർവ്? ചില കങ്ങിരിക്കുമ്പോൾ ഒരു ഉണർവുണ്ടാകും. അവർ പ്രശ്നക്കാരാ. എപ്പോഴും ഉണരുകയും പാടുകയും ചെയ്യുന്നതിനെ പേടിക്കണം. വല്ലപ്പോഴും ഒരു ഇളക്കം വരുമ്പോൾ ഓർത്തോണം എന്തോ പ്രശ്നമുണ്ട്. ചോദിച്ചു, നിനക്ക് എന്നാ ഇപ്പോൾ ഒരു ഉണർവ്? അത് ഞാൻ പണ്ട് അരാമിലെ ഗരൂരി പാർത്ത കാലത്ത് നേർച്ച നേർന്നു ഹെബ്രോന് യാഗം കഴിക്കാം. അരാമിലെ ഗരൂരി പോയത് അമ്നോനെ കൊന്നേച്ചാ. ഇവന്റെ പെങ്ങളുടെ വിഷയത്തിൽ ആ കാര്യം അറിയാൻ വിവരിക്കണ്ടല്ലോ. അമ്നോനെ പിള്ളേരുടെ ഭാഷ പറഞ്ഞാൽ തട്ടി എന്നുവെച്ച് നിക്കക്കള്ളിയില്ല. അത് വന്നപ്പോൾ അമ്മ വീട്ടിൽ പോയി അരാമിലെ ഗരൂർ. അബ്ശാലോമിന്റെ അമ്മ ഗരൂർ രാജാവാകുന്ന തൽമായിയുടെ പുത്രി മയക. അങ്ങനെ അബ്ശാലോം അമ്മ വീട്ടിൽ പോയി ഒളിവ് പാർത്തു. അങ്ങനെ ഒളിവ് പാർത്തച്ച് പിന്നെ വരും. അങ്ങനെ ചില ശുശ്രൂഷകരുണ്ട്. നാട്ടുകാരുടെ പാസ്പോർട്ടും എല്ലാം കൂടെ മേടിച്ച് തട്ടിപ്പ് കാണിച്ച് കാശ് വിലായിട്ട് മുങ്ങിയിട്ട് പിന്നെ 10 കൊല്ലം കഴിയുമ്പോൾ ഡോക്ടർ റവറൻ്റായിട്ട് രംഗത്ത് വരുന്നവരും ഉണ്ട്. പേരൊന്നും ഞാൻ പറയുന്നില്ല, വെറുതെ എന്തിനാ ആലോക്യം ഉണ്ടാക്കുന്നത്. സ്തോത്രം. പറയണമെന്നാണോ അച്ഛൻ പറഞ്ഞേ? അപ്പോൾ വേണ്ട ഉണ്ടേ, അവരും ചിലപ്പോൾ ലൈവിൽ കാണും. പണ്ട് നമ്മുടെ വേങ്ങല പൊടിയച്ചാൻ പറഞ്ഞ പോലെ, ബാബുവെ എനിക്ക് വിടി കിട്ടുന്നുണ്ടെന്ന്. നമ്മുടെ പൊടിച്ചാന് ബാബുവെ എനിക്ക് പിടി കിട്ടുന്നുണ്ട്, അതുകൊണ്ട് എന്തിനാ വെറുതെ? അങ്ങനൊന്നുമല്ല. അബ്ശാലോം ഒളിവ് പാർത്തു. എന്തിനേറെ? അമ്മ വീട്ടിൽ പോകുക, ആരാധനയുടെ പേര് പറഞ്ഞാൽ പോയെങ്കിലും ഇവൻ ആളെ കുട്ടി പെരുമ്പറ മുടക്കി വിളംബരം ചെയ്തു. അബ്ശാലോം ഹെബ്രോന് രാജാവായി. ഈ വാർത്ത ദാവീദിന്റെ കാതിലെത്തിയപ്പോൾ ദാവീദ് പറയുക, അയ്യോ, അബ്ശാലോം ഹെബ്രോന് രാജാവായെങ്കിൽ അവൻ സൈന്യത്തെ കൂട്ടിക്കൊണ്ടുവന്ന് നമ്മെ വാളിന്റെ വായ്ത്തലയ്ക്ക് വെട്ടിക്കൊല്ലും. അതുകൊണ്ട് അബ്ശാലോമിന്റെ വാളിന്റെ വെട്ടേറ്റ് പിടഞ്ഞ് മരിക്കുന്നതിലും ഭേദം കൊട്ടാരം വിട്ട് ഓടിപ്പോകാം. അങ്ങനെ സ്വപുത്രനെ പേടിച്ച ദാവീദ് ഓടി. കൂടെ ഓടാൻ എല്ലാവരും പോയില്ല, ക്ലേത്തരും. പിന്നെ ഇത്തായി കൂടെ ചെന്നു. പിന്നെ അബീശായി ഉണ്ടായിരുന്നു. സ്തോത്രം. അബ്യാഥാർ പുരോഹിതം എന്ന് പറഞ്ഞു തിരിച്ചങ്ങ് വിട്ടു. ഞാൻ വിവരിക്കുന്നില്ല. അങ്ങനെ ഓടി, കാലി ചെരുപ്പിടാനെ തലം മൂടിക്കൊണ്ട് ഓടുക. ഓടി കസേര പോയി, കിരീടം പോയി, അധികാരം പോയി, എല്ലാം നഷ്ടപ്പെട്ടവനായി സ്വന്തം പുത്രൻ തന്നെ കൊല്ലാൻ നിൽക്കുക. ഓടി കിദ്രോൻ തോട് കടന്നു. കിദ്രോൻ തോട് കടന്നാൽ ഞാൻ പോയിട്ടില്ല. പിന്നെ ഒലിവുമലയാന്നാ പറയുന്നത്. അങ്ങനെയാണ് പോയവർക്കറിയാം. ഞാൻ പോയിട്ടില്ല. അപ്പൊ കൃത്യമാണ്. പാസ്റ്ററും പോയതല്ലയോ? കിദ്രോൻ തോട് കടന്നാൽ പിന്നെ ഒലിവുമലയാ. ദാവീദ് കിദ്രോൻ തോട് കടന്ന് ഒലിവുമലയുടെ കയറ്റം കയറുക. ഇതാണ് നമ്മുടെ കർത്താവിനും അനുഭവിച്ചത്. സ്വന്തമായി ഇതിലേക്ക് വന്ന് സ്വന്തമായ ഒരു കൈക്കൊണ്ടില്ല. നമ്മുടെ കർത്താവ് അന്ത്യത്താഴം കഴിഞ്ഞ് ആമ കിദ്രോൻ തോട് കടന്ന് ഒലിവുമലയിലേക്ക് പോകുകയാ. എന്തിനാണെന്നറിയാമോ? എന്റെയും നിന്റെയും പാപം പരിഹരിക്കാൻ, എന്നെയും നിന്നെയും രക്ഷിപ്പാൻ, എന്നെയും നിന്നെയും വീണ്ടെടുക്കുവാൻ, എനിക്ക് നിനക്ക് വേണ്ടി ചോര ചീന്തുവാൻ, എനിക്ക് നിനക്ക് വേണ്ടി ജീവനെ തരുവാൻ അവിടുന്നും ഈ പങ്കപ്പാട് സഹിച്ചു. വ്യാഖ്യാനിക്കുന്നില്ല. അങ്ങനെ ഓടി കിദ്രോൻ തോട് കടന്ന് ഒലിവുമലയുടെ കയറ്റം കയറി നിരപ്പിച്ചെന്നപ്പോൾ ഒരുത്തം വരിക. അർഖ്യനായ കൂശായി, ദാവീദിന്റെ സ്നേഹിതൻ. ആ കൂശായി കണ്ടപ്പോൾ പറഞ്ഞു, ഞാൻ നിന്റെ കൂടെ വരിക. വേണ്ട, നീ അങ്ങ് യെരൂശലേമിൽ പോകണം. എനിക്ക് വിരോധമായിട്ട് അഗീതോബേൽ ദൂത് പറയും. അവന്റെ ആലോചന അബദ്ധമാകണമെങ്കിൽ നീ അവിടേക്ക് പോകണം. കൂശായിയെ പറഞ്ഞു വിട്ട് ഓടിച്ചു പറയാ. പിന്നെയും മുമ്പോട്ടോടി ബഹുരൂമിൽ ചെന്നപ്പോൾ വേറൊരുത്തൻ, ഗേരയുടെ മകൻ ശിമയി, ശൗൽ കുടുംബത്തിന്റെ ബന്ധുവും ബെന്യാമിൻ ഗോത്രജനും, ദാവീദിനെ കണ്ടപ്പോൾ പുരാഗി കല്ലുവാരി എറിഞ്ഞു ശപിക്കുക. ശൗൽ കുടുംബത്തെ നശിച്ചവനെ രക്തപാതക നീജാ പോപോ എന്ന് പറഞ്ഞ് പിരാഗി. ഇന്ന് രാത്രി നിനക്ക് വിരോധമായിട്ട് ആര് പിരാഗിയാലും ഏക്കത്തില്ല. നിനക്ക് വിരോധമായിട്ട് ആര് ശപിച്ചാലും ഏക്കത്തില്ല. ഒരുവനെ ദൈവം ഉയർത്താമെന്നും ഒരുവനെ ദൈവം മാനിക്കാമെന്നും ദൈവം നിന്നെ ശുശ്രൂഷയിൽ ആദരിക്കുമെന്ന് ദൈവത്തിന്റെ വാഗ്ദത്തമുണ്ടെങ്കിൽ നിനക്കെതിരെ കല്ലുവാരി എറിഞ്ഞാലും ചരലുവാരി എറിഞ്ഞാലും ശാപവാക്കുകൾ കൊടുത്താലും, ഒന്നുകൂടെ തെളിഞ്ഞ് പറഞ്ഞാൽ വാട്സാപ്പിനകത്താണെങ്കിലും കൊള്ള ഈ ഏതാനൊക്കെ ഉണ്ടല്ലോ. ആ ഫേസ് എന്തേലും കുന്തമാകട്ടെ, ഏത് കുന്തത്തിനകത്ത് വന്നാൽ നീ മറുപടി പറയാൻ പോകണ്ട, എതിർക്കാൻ പോകണ്ട. ദൈവം നിന്നെ ആദരിക്കാമെന്ന് പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ നിനക്കെതിരെ കല്ല് വലിച്ചെറിയും, ചരല് വാരിയെറിയും, നിന്നെ പ്രാഗം ശപിക്കും. ആമ ശൗൽ കുടുംബത്തെ നശിപ്പിച്ചവനെ രക്തപാതക നീജാ പോന്ന് പറഞ്ഞ് ശപിച്ച അബീശായി പറഞ്ഞ, അച്ചായ ഇവൻ പ്രാകുന്നുണ്ട്, തട്ടിയെ കേട്ടേന്ന്. അബീദ് പറഞ്ഞടാ, ഇവനാണോ നമ്മുടെ വിഷയം? എന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെട്ടവൻ എനിക്കെതിരെ കൊടുവാളും പിടിച്ച്. എടാ, മിക്കടത്തും ബെന്തിക്കോസുകാർക്ക് ബെന്തിക്കോസുകാരായി എതിരെ. ഒരു ചെറിയ തെളിവ് തരാം, എല്ലാരും യോജിക്കത്തില്ല, ചെറിയൊരു തെളിവ്. നമ്മുടെ അടുത്തൊരു കൺവെൻഷൻ, ഇവിടുത്തെ കാര്യമല്ല, ഒരു കൺവെൻഷൻ ഒരു സഭക്കാർ വെച്ച ഉടനെ നമ്മൾ ഉപവാസ പ്രാർത്ഥന വെച്ച് കളയും. കാരണം ഒരെണ്ണം അങ്ങോട്ട് ഹൈന്ദവര് പറയും, ഞങ്ങളെന്നാ ഞങ്ങളുടെ ആ പ്രോഗ്രാം
വരാൻ അവർ പറയും. നമ്മുടെ ആൾക്കാർ അന്ന് പ്രത്യേക ഉപവാസ പ്രാർത്ഥന അവിടെ ഞാൻ വിവരിക്കുന്നില്ല. IPC-കാരനെ 2 പൊട്ടിയിലാരെങ്കിലും പൊട്ടിച്ചാൽ സുവിശേഷ നിമിത്തമേ ചിലർ സന്തോഷിക്കും. 2 കിട്ടേണ്ടതാ. നമുക്കതിന് നമ്മൾ തന്നെ. ദൈവത്തിന് മഹത്വം. ദാവീദ് പറഞ്ഞു, ഇവനല്ലല്ലോ വിഷയം, എന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെട്ടവൻ നിൽക്കുകയല്ലേ കൊടുവാളുമായിട്ട്, ഇവനല്ല വിഷയം. പിന്നെ ദാവീദ് മുമ്പോട്ട് ഓടി യോർദാൻ കടവിൽ വന്ന് തങ്ങി. യോർദാൻ കടവിൽ തങ്ങി ഈ അർഗ്യനായ ഹൂശായി യെരൂശലേമിൽ വന്നു. അബ്ശാലോം ഹൂശായിയെ കണ്ടപ്പോൾ വന്ദനം ചെയ്തു. 2 പേരും. അബ്ശാലോം കുമാര ജയ ജയ. പണ്ടൊക്കെ പെന്തിക്കോസുകാർ കണ്ടാൽ വന്ദനം പറയും, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം എന്നൊക്കെ. ഇപ്പൊ എല്ലാം കണ്ടിങ്ങനെ കൈ കാണിക്കുക. എല്ലാം കലാമണ്ഡലത്തിൽ നിന്ന് ഇറങ്ങിയതാണ്. കലാമണ്ഡലം അങ്ങ് അവിടെ മൊത്തം മുദ്ര. 2 പെന്തിക്കോസുകാർ തമ്മിൽ കണ്ടാൽ ഹല്ലേലൂയ പറയണം, സ്തോത്രം പറയണം, കൈ കൊടുക്കണം, പ്രൈസ് ദി ലോർഡ് പറയണം. ഇതാ പെന്തിക്കോസിന്റെ ഒരു നയം. ദൈവത്തിന് മഹത്വം. ഇവൻ വന്ദനം പറഞ്ഞു. അപ്പം അബ്ശാലോം ചോദിച്ചു, എൻ്റെ അപ്പൻ്റെ സ്നേഹിതനല്ലേ നീ? അതെ, എൻ്റെ അപ്പനാകുന്ന നിന്റെ സ്നേഹിതന് അനർത്ഥം വരുമ്പോൾ അങ്ങോട്ടല്ലേ പോകണ്ട, പിന്നെ ഇങ്ങോട്ട് വന്ന്. അവൻ പറഞ്ഞ, ഇസ്രായേലിൽ ആര് രാജാവ് അവരുടെ കൂടെ ഞാനും നിൽക്കുവന്ന്. ഹൂശായിയെ പിടിച്ച് ചേർത്ത് നിർത്തി. അഗീതോബൽ രംഗത്ത് വന്ന് 17-ാം അധ്യായത്തിൽ അബ്ശാലോമിനോട് പറഞ്ഞു, നിന്റെ അപ്പൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിന്റെ ഭരണം നടക്കത്തില്ല. ഞാൻ വിവരിക്കുന്നതിൽ ഓടിച്ചങ്ങ് നിർത്തുക. നിന്റെ ഭരണം ശരിയാകത്തില്ല. കാരണം എന്നാ? നിന്റെ അപ്പൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഭരണം ശരിയാ. എന്നാ പോകാൻ വേണ്ടി? അപ്പനെ തട്ടണം. അയ്യോ, അങ്ങനെയും പ്രവചിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പനെ തട്ടണം. ഉടനെ അബ്ശാലോം, അതിനെന്നാ പോകാൻ വഴിയെന്ന്? അതിന് പോകാൻ വഴി എന്നാ? നീ പേടിക്കണ്ട, ഇന്ന് രാത്രി 12,000 പേരെ തെരഞ്ഞെടുത്ത് ഞാൻ പുറപ്പെട്ട് ദാവീദിനെ പിന്തുടരും. ക്ഷീണിച്ചും അധൈര്യപ്പെട്ടും ഇരിക്കുന്ന അവനെ ഞാൻ ആക്രമിച്ച് ഭ്രമിപ്പിക്കും. കൂടെയുള്ള ജനം ചെതറും, ഞാൻ അവനെ വെട്ടും. പിശാചിന്റെ തന്ത്രങ്ങളിൽ ഒന്ന് ഐക്യത്തോടിരിക്കുന്നതിനെ ഭിന്നിപ്പിക്കുക. ഞാൻ വചനത്തിൽ കൂടെ അത് പറയുന്നത്, ഏകാത്മാവിലും ഐക്യമത്യപ്പെട്ട് നിൽക്കുന്നതിനെ ഭിന്നിപ്പിക്കുക. ഭിന്നിപ്പിച്ച് കഴിയുമ്പോൾ ഒറ്റപ്പെടുക, ഒറ്റയ്ക്ക് നിൽക്കുന്നവനെ വെട്ടുക. എന്നാൽ ഇന്ന് രാത്രി ദൈവമക്കൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. ഏകാത്മാവി നിറഞ്ഞ് ഏകഭാവം കൊണ്ട് ഒരു മനസ്സോടെ നിന്നാൽ ഒരു ശക്തി നിന്നെ തൊടുകയല്ല. ഹൂശായി അഗീതോബൽ അബ്ശാലോമിന് വിരോധമായിട്ട് ദൂത് പറഞ്ഞു. ഓടിച്ച് പറയാൻ വാക്യങ്ങൾ എടുപ്പിക്കുന്നില്ല. ഈ അഗീതോബൽ ആരാ? ദാവീദിന്റെ മന്ത്രി. വേറൊരു ഭാഗത്ത് വായിക്കുന്നത് കുടുംബത്തിന്റെ ഉപദേഷ്ടാവ്, കുടുംബപ്രവാചകൻ. സ്വന്തം കുടുംബപ്രവാചകനും മന്ത്രി ഇപ്പം ദാവീദിന് എതിരായിട്ട് വന്നിരിക്കുക. വരാൻ കാര്യം നിങ്ങൾക്ക് വചനം അറിയാം. ആമേൻ. കർത്തദാസനൊക്കെ പഠിപ്പിച്ചിട്ടുമുണ്ട്. കർത്താവിന് മഹത്വം. വരാനുള്ള കാരണം മറ്റൊന്നുമല്ല, പണ്ടത്തെ ചൊരുക്ക. നമ്മൾ എത്ര ഉപവസിച്ച് പ്രാർത്ഥിച്ചാലും ചൊരുക്കൊന്നും പോകുകയല്ല. പറയത്തില്ല, ഞാനിപ്പം കൺവെൻഷൻ ആയതുകൊണ്ട് ഉപവാസ പ്രാർത്ഥന ആയതുകൊണ്ടൊന്നും മിണ്ടുന്നില്ല. എല്ലാം എൻ്റെ ഹൃദയത്തോണ്ട് ഇവനെ ഞാൻ വഴിയിലിട്ട് ഞാൻ പിടികൂടും, ഇവനെ ഞാൻ പൊരിപ്പിക്കും. ചൊരുക്ക് മാറുകയല്ല. പണ്ടത്തെ ചൊരുക്കന്ന ശമൂവേലിന്റെ 2-ാം പുസ്തകം 11ഉം 12ഉം ചേർത്ത് പഠിക്കുമ്പോൾ ബേത്ശേബയെ ദാവീദ് സൂത്രത്തിൽ കൊണ്ടുവന്ന് കൃത്യവിലോപം കാണിച്ചു. ഈ ബേത്ശേബ അഗീതോബേലിന്റെ കൊച്ചുമകളാണ്. അഗീതോബേലിന്റെ മകനാകുന്ന ഈ എലിയാമിന്റെ മകളാണ് ബേത്ശേബ. ദാവീദിനുണ്ടാകുന്ന വീരന്മാരുടെ പട്ടിക പറഞ്ഞു വരുമ്പോൾ ശമൂവേലിന്റെ 1-ാം പുസ്തകം 2-ാം പുസ്തകം 23-ാം അധ്യായത്തിന്റെ 34 എന്ന് വായിച്ചേ. പെട്ടെന്ന് നിർത്താം. താളിഞ്ഞോട്ട് മറിക്കുമ്പോ ഇടത്തുവശത്ത് മേളില് അഹീരാം മഹാത്തിന്റെ മകനായ അഹസ്ബായിയുടെ മകൻ എലീഫലേദ് ഗിലോന്യനായ വായിച്ചോ. അല്ല അച്ഛൻ വായിച്ചോ, തെറ്റിയിട്ടൊന്നുമില്ല. അഹീതോഫലിന്റെ മകൻ അത് തന്നെ. അഹീതോഫലിന്റെ മകൻ എലിയാം. അഹീതോഫലിന്റെ മകൻ എലിയാം ആരാ? ശമൂവേലിന്റെ 2-ാം പുസ്തകം 11-ാം അധ്യായത്തിന്റെ 3-ാം വാക്യമല്ലയോ? അവിടെ നിന്ന് ശ്രദ്ധിച്ചു വായിക്കണേ, പരിജ്ഞാനത്തോടെ വായിച്ചോണം. 3-ാം വാക്യം. ദാവീദ് ആളയച്ച് ആ സ്ത്രീയെ പറ്റി അന്വേഷിപ്പിച്ചു. അവൾ എലിയാമിന്റെ മകൾ. എലിയാം ആരാണെന്ന് അപ്പുറം വായിച്ചു. അഗീതോബലിന്റെ മകൻ. എലിയാമിന്റെ മകളാണ് ബേത്ശേബ. എന്ന് പറഞ്ഞാൽ അഗീതോബലിന്റെ കൊച്ചുമോളാ ബേത്ശേബ. ബേത്ശേബയെ നശിപ്പിച്ച വിഷയത്തിൽ വല്യപ്പന് ചൊരുക്കുണ്ട്. 11-ലും 12-ലും ചൊരുക്കിറക്കാൻ ഒത്തില്ല. ചൊരുക്കിറക്കിയത് 17-ലാ. പക്ഷേ
ആലോചന ഏറെക്കുറെ കറക്റ്റാണെങ്കിലും ദൈവം അത് അബദ്ധമാക്കി. ഇന്ന് രാത്രി നീ വിശ്വസ്തയോടെ, പരമാർത്ഥതയോടെ, അനുതാപഹൃദയത്തോട്, ആത്മതമനത്തോട് നിന്റെ ജീവിതത്തിലെ അകൃത്യങ്ങളും കുറവുകളും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുന്നെങ്കിൽ, ദൈവസന്നിധിയിൽ മടങ്ങി വരുന്ന നിന്റെ ശാപത്തെ ദൈവം അനുഗ്രഹമാക്കി തീർക്കും. ഒരു ദോഷവും വരാൻ ദൈവം അനുവദിക്കത്തില്ല, ഒരു അനർത്ഥവും വരാൻ ദൈവം അനുവദിക്കത്തില്ല. അഗീതോബലിന്റെ ആലോചനയെ ദൈവം അങ്ങ് അബദ്ധമാക്കി. അബദ്ധമാക്കിയത് അർഹനായ കൂശായിയെ കൊണ്ട. കൂശായി അപ്പൊ അടുത്ത് വന്ന് 17:5 വായിച്ചു, ഓടിച്ചു വായിച്ചോ. 17:5 ഓടിച്ചു വായിച്ചു. 5 താള് മറിക്കുമ്പോ ഈ കണ്ണുക. എന്നാൽ അബ്ശാലോം അർഹനായ കൂശായിയെ വിളിക്കാൻ അവന്റെ അഭിപ്രായങ്ങൾ ചോദിക്കാമെന്ന് പറഞ്ഞപ്പോൾ കൂശായി അബ്ശാലോമിന്റെ അടുക്ക് വന്നപ്പോൾ അബ്ശാലോം കൂശായിയോട് അഗീതോബൽ ഇന്ന പ്രകാരമെല്ലാം പറഞ്ഞു. അവൻ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യണമെന്ന് ചോദിച്ചതിന് കൂശായി അബ്ശാലോമിനോട് അഗീതോബൽ ഇപ്രാവശ്യം പറഞ്ഞ ആലോചന നന്നല്ല. നിന്റെ അപ്പനോ അവന്റെ ആളുകളും വീരന്മാരും കാട്ടിൽ കുട്ടികൾ കവർന്നു പോയ കരടിയെ പോലെ ഉഗ്രമാനസനും. നിന്റെ അപ്പൻ നല്ല യോദ്ധാവ്, അവൻ ജനത്തോടു കൂടെ രാപാർക്കത്തില്ല. അവൻ ഇപ്പോൾ വല്ല ഗുഹയിലോ മറ്റു വല്ല സ്ഥലത്തോ ആയിരിക്കുന്നത് കൊണ്ട് ആരംഭത്തിൽ തന്നെ ഇവര് ചിലർ പട്ടുപോയാൽ അബ്ശാലോമിന്റെ പക്ഷക്കാരിൽ മഹാസംഹാരമുണ്ടാകുന്നു ഇസ്രായേൽ എല്ലാം അറിയും. അപ്പോൾ സിംഹഹൃദയമുള്ള ശൂരനും കൂടെ അശേഷം ഉരുകിപ്പോകും നിന്ന് പറയേണ്ട ഭാഗം ആ ഒറ്റ വാക്ക് പറഞ്ഞു നിർത്താം. കൂശായിയെ കൊണ്ട് ദൈവം തമ്പുരാൻ ആലോചന അബദ്ധമാക്കി. പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്യും. പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി ദൈവം ദൂതനെ ഇറക്കും. പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി ദൈവം വഴിയൊരുക്കും. പ്രാർത്ഥിക്കുന്ന ആമൻ നിനക്ക് വേണ്ടി ദൈവം ആലോചനകളെ അബദ്ധമാക്കും. നിനക്ക് വിരോധമായി ഒരുക്കിയ കരുക്കള് ഇന്ന് രാത്രി ദൈവം വെട്ടിമാറ്റും. സഭയ്ക്കെതിരെ, കുടുംബങ്ങൾക്കെതിരെ, നിനക്കെതിരെ, ശുശ്രൂഷക്കെതിരെ ഇന്ന് രാത്രി വെല്ലുവിളിക്കുന്ന സകല പോരുകടമേൽ ദൈവം വിടുതലയ്ക്കുമെന്ന് ദൈവാത്മാവ് വചനത്തിൽ കൂടെ ഇന്ന് രാത്രി ദൂരെ പറയുകയാണ്. ഉടജലാറകതന്നെ വിധി അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കുക, ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഈ രാത്രി ദൈവം നിനക്ക് ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ നിന്റെ കുടുംബത്തിൽ ദൈവം ദൂതനെ ഇറക്കും. താബോർ മലയുടെ മുകളിൽ ദൈവമക്കൾ ഒന്നിച്ച് ആരാധിച്ചപ്പോൾ ദൈവം ദൂതനെ താഴ്വരയിൽ ഇറക്കി. പ്രൈസ് ദി ലോർഡ്. ദെബോരയുടെയും ബാരാക്കിന്റെയും കൂടെ നഫ്താലിയുടെ സെബുലൂന്റെ 10,000 പേര് താബോർ മലയിൽ ദൈവത്തെ ആരാധിച്ചപ്പോൾ വചനം പഠിപ്പിക്കുന്നത് നക്ഷത്രങ്ങൾ പൊരുതി. അവ സീസരയുമായി സ്വഗതികളിൽ പൊരുതി. അന്ന് വൽകിതത്താൽ, സൂര്യ വൽകിതത്താൽ കുതിരക്കുളമ്പകൾ കട്ടനം ചെയ്തു. ഇന്ന് രാത്രി ആരാധിക്കുന്ന നിനക്ക് വേണ്ടി ദൈവം ദൂതനെ ഇറക്കും. ദൈവം നിനക്ക് വേണ്ടി ദൂതനെ ഇറക്കും. പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി ദൈവം ദൂതനെ ഇറക്കും. ഇന്ന് രാത്രിയിലെ പാഠങ്ങൾ ഇതൊക്കെ തന്നെ. സൂത്രത്തിൽ സ്ഥാനമൊന്നും മേടിക്കരുത്. സൂത്രത്തിൽ ഇന്ന് രാത്രിയിലെ ദൂതിത സൂത്രത്തിൽ ഒരു സ്ഥാനോ മേടിക്കരുത്. 2, യേശുവിന്റെ രക്തം സകല പാപങ്ങളും പോക്കി നിന്നെ ശുദ്ധീകരിക്കും. ഈ രക്തം നമുക്ക് ജയം തരുന്ന രക്തമാണ്. 3, ഒരു ശാപവും ഒരു ദോഷവും നിനക്ക് കേൾക്കുകയല്ല. യഹോവ പ്രാകാത്തവനെ ആര് പ്രാകും? യഹോവ ശപിക്കാത്തവനെ ആര് ശപിക്കും? ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ആമേൻ. 4, ഒരു സ്ഥാനത്ത് നിന്നെ കൊണ്ടുവരുവാൻ ദൈവം പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ സമയമാകുമ്പോൾ ദൈവം നിന്നെ ഇവിടെ എത്തിക്കും. അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കുക. അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ നിർത്തുക. സമയം ഒത്തിരി അതിക്രമിച്ചല്ലോ. ആയില്ലേ? ഇനിയുണ്ടോ? വായിച്ചത് എനിക്കത് പിടി കിട്ടുന്നില്ല. മൊത്തം 0. ആയിക്കോട്ടെ, ഞാൻ ഓർത്ത് സമയം പോയെന്ന്. എന്നാ വാക്യം കൂടെ പറയാം. എത്രയാ ഒന്ന് പറഞ്ഞേക്കണേ. എന്നാ ബാക്കി കൂടെ പറയാം. ചുരുക്കി പറഞ്ഞാൽ അർഹനായ കൂശായിയെ കൊണ്ട് അഗീതോബലിന്റെ ആലോചന ദൈവം അങ്ങ് അബദ്ധമാക്കി. ആലോചന മാത്രമാണോ അബദ്ധമാക്കി? അവനെയും കൂടെ അങ്ങ് ഒതുക്കി. 17:23 അല്ലേ? എന്നാൽ അഹിതോഫേൽ തന്റെ ആലോചന നടന്നില്ല എന്ന് കണ്ടപ്പോൾ പുള്ളിയുടെ ദൂതൊക്കെ നല്ലതായിരുന്നു, പക്ഷെ ഏറ്റില്ല. കഴുതപ്പുറത്ത് കോപ്പിട്ട് കയറി തന്റെ വീട്ടിൽ പട്ടണത്തിൽ ചെന്ന് വീട്ടുകാര്യം ക്രമപ്പെടുത്തിയിട്ട് കെട്ടി ഞാൻ മരിച്ചു. തൂങ്ങിച്ചാകുക അങ്ങനെയാകണം. എങ്ങനെ അല്ല, എല്ലാം ക്രമീകരിച്ചേച്ചേ. പിന്നെ പാസ്ബുക്ക്, ATM കാർഡ് എല്ലാം പെണ്ണമ്മയുടെ കൊടുത്തേച്ച് ആധാരം ഇന്നടുത്തായിരിക്കുന്നത്. ഇവിടെ തൂങ്ങിച്ചാകാൻ വരെ സ്തോത്രം. പോട്ടെ, പറയണ്ട, വേണ്ട. ചായം പറഞ്ഞുകൊണ്ട് പറയുന്നില്ല. ദൈവത്തിന് മഹത്വം. എന്നാലും എനിക്ക് പറയണം.
വെറുതെ എന്തിനാ ഇപ്പൊ ഈ പ്രായത്തിൽ നമ്മൾ തല്ല് മേടിക്കുന്നേ? ദൈവത്തിന് മഹത്വം. അയ്യോ, വചനത്തിൽ എന്തുവാ ഇല്ലാത്ത? എല്ലാം ഉണ്ട്. ഭൂമിച്ചാചതിനും വാക്യം കൊടുത്തിരിക്കുക. ദൈവത്തിന് മഹത്വം എന്ന് പറഞ്ഞാൽ വിശ്വസ്തയോടെ, വിശുദ്ധിയോടെ, പ്രമാണത്തോടെ നിൽക്കുന്നവനെതിരെ നീ അണിയറകളിൽ തന്ത്രങ്ങൾ മെനഞ്ഞാൽ ഒന്നെങ്കിൽ നീ മാനസാന്തരപ്പെട്ട് അനുദപിച്ച് മടങ്ങി വരണം, ഇല്ലെങ്കിൽ ദൈവത്തിന്റെ ന്യായവതികളുടെ കരമിറങ്ങും. രണ്ടാമത് പറഞ്ഞത് ആർക്കും വരാതിരിക്കട്ടെ, ഒന്നാമത് പറഞ്ഞത് സംഭവിക്കട്ടെ. അനുദപിച്ച് ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ച് ഇന്ന് രാത്രി ഞാൻ നിങ്ങൾ മടങ്ങി വന്നാൽ രക്ഷയുടെ വിടുതൽ അനുഭവിക്കാം. അഗീറോബാലിന്റെ ആലോചനയെ അബദ്ധമാക്കി അവനെയും കൂടെ ദൈവം അങ്ങ് ഒതുക്കി. തന്റെ ആലോചന നടന്നെന്ന് കണ്ടപ്പോൾ അബ്ശാലോമിനോട് ഊശായി പറഞ്ഞു, തിരുമനസ് തന്നെ എഴുന്നള്ളി പോയാട്ടെന്ന്. തിരുമനസ് പിന്നെ എഴുന്നള്ളി അങ്ങോട്ട് പോകാൻ നേരത്ത് ഈ ദാവീദ് യോർദാൻ കടവിൽ നിൽക്കുക. ചുരുക്കി പറഞ്ഞ യോർദാൻ കടവിൽ വന്നപ്പോൾ അഗീമാസും യോനാഥാനും പെട്ടെന്ന് വന്ന് ദാവീദിനോട് പറഞ്ഞു. അവർ വന്ന ചരിത്രമൊന്നും പറയുന്നില്ല. സ്ത്രീ കണ്ടതും ഗോതമ്പിൻ്റെ അരി ചിക്കിയതും യോമാര് കിണറ്റി ഇറങ്ങിയതും. അമ്മാമ്മ നല്ല ബുദ്ധിയുള്ള അമ്മാമ്മയാ. യോമാർ ഓടി വന്നപ്പോൾ ചോദിച്ചു, അമ്മാമ്മ ഇതിലെ 2 പേര്. അമ്മാമ്മ പറഞ്ഞാണ്ടാ വളവ് അങ്ങോട്ട്, വളവെന്നല്ല നീർപ്പൊടന്ന വളവ് തിരഞ്ഞു. അപ്പം അമ്മമാര് കിണറ്റി ഇറങ്ങി അമ്മാമ്മ വെച്ചിട്ട് അതിൻ്റെ മുകളിലിരുന്ന് ഗോതമ്പിൻ്റെ നല്ല കഴിവുള്ള അമ്മാമ്മമാരുണ്ട്. പരിജ്ഞാനത്തോടെ ഇടപെട്ടു, സാമർഥ്യമുള്ള ദൈവത്തിന് മഹത്വം. ചുരുക്കി പറഞ്ഞാൽ അവരാണ് അങ്ങോട്ട് തിരിഞ്ഞെന്ന്. എവര് പോയപ്പോൾ ഇവന്മാര് കയറി വന്ന് ദാവീദിനോട് പറഞ്ഞു, അച്ഛാ, അബ്ശാലോം ആളെ കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട് നിന്നെ തട്ടാൻ. അതുകൊണ്ട് ഇന്ന് രാത്രി യോർദാൻ കടവ് കടന്ന് ഇവിടുന്ന് പൊക്കോണം. ഇനി ഇടയ്ക്കൊരു കാര്യം പറയാം. അബ്ശാലോമിനെ പേടിച്ച് നിങ്ങൾക്കറിയാം, ദാവീദ് കൊട്ടാരം വിട്ട്, വീട് വിട്ട്, നാട് വിട്ട് എല്ലാം നഷ്ടപ്പെട്ടവനായി ഓടുക. ഓടിയപ്പോഴും ദാവീദ് സങ്കീർത്തനം പാടിക്കൊണ്ടാ ഓടിയത്. നമുക്കെല്ലാം അറിവുള്ള ഭാഗമാ. 3-ാം സങ്കീർത്തനത്തിന്റെ ഹെഡിങ് ഒന്ന് വായിച്ചോ. സങ്കീർത്തനം 3-ന്റെ ഹെഡിങ്. ദാവീദ് തന്റെ മകനായ മകനാകുന്ന അബ്ശാലോമിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയപ്പം പാടിയ ഒരു സങ്കീർത്തനം എന്ന് പറഞ്ഞ ഓടിക്കൊണ്ട് പാടിയല്ലേ, പാടിക്കൊണ്ട് ഓടി സങ്കീർത്തനം. നമ്മളാന്ന് സങ്കീർത്തനം കീറിയേ ചോടും. ഇത്ര നേരം പ്രാർത്ഥിച്ചിട്ടും വലിയ വിടുതലൊന്നുമില്ല. ഉള്ള കസേരയും കൂടെ പോയി. ഇനിയിപ്പോ പാടിയിട്ടും വലിയ അങ്ങനെയൊക്കെ പോയ ആൾക്കാരുണ്ട്. നമുക്ക് പെന്തിക്കോസുകാർക്ക് ഒരു ഇളക്കവനാന്ന് വെച്ചാൽ ആരേലും പുതുതായിട്ട് വന്ന ഉടനെ അവനെ എടുത്ത് അങ്ങ് ഇതാണ് ഒരു അച്ഛനെ കൊണ്ടുവന്ന് എല്ലായിടത്തും കയറ്റി. അച്ഛൻ നല്ല തുപ്പട അടിച്ചു മാറ്റിക്കൊണ്ട് അച്ഛൻ അച്ഛനാന്ന് പിടി കിട്ടിയല്ലോ. പറയണ്ട സ്തോത്രം. അച്ഛൻ തുപ്പട അടിച്ചോണ്ട് പോയി. മേടിക്കാതിന്റെ പരമാവധി ആട്ടെ, ആ ഭാഗം അങ്ങ് വിടുക. ദൈവത്തിന് മഹത്വം. ഓടിക്കൊണ്ട് പാടി സങ്കീർത്തനം. ഈ 3-ാം സങ്കീർത്തനം രാവിലെ പാടിയതും 4-ാം സങ്കീർത്തനം രാത്രി പാടിയതുമാ. എല്ലാം നഷ്ടപ്പെട്ട് കിരീടം പോയി, വീട് പോയി, നാട് പോയി, ഉടുതുണിക്കും മറുതുണിയില്ലാതെ ഓടുക. എല്ലാം ബുദ്ധിമുട്ടുള്ളവരാ കൂടെ. ഓടിപ്പോയപ്പോഴും എൻ്റെ ഭാഷ പറഞ്ഞ രാവിലെയും വൈകിട്ടും പാട്ടും പ്രാർത്ഥനയും നിന്നില്ല. 3-ാം സങ്കീർത്തനം രാവിലെ പാടി 3-ന്റെ 5. ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നുമിരിക്കുന്നു. അപ്പൊ ഇതപ്പോ പാടിയതാ രാവിലെ ഞാൻ കിടന്നുറങ്ങി, യഹോവ താങ്ങുകയാൽ ഇപ്പൊ ഉണർന്നുമിരിക്കുന്നു. ഉണർന്നിരിക്കുന്ന 3 രാവിലെ പാടി, 4 രാത്രി പാടി, 4-ന്റെ ഒടുവിൽ ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. അപ്പൊ ഓടിപ്പോയപ്പോഴും രാവിലെ വൈകിട്ടും പാട്ടും പ്രാർത്ഥന. ഞാനേ പെന്തിക്കോസുകാരോട് പറയാം, നിന്റെ വീട്ടിൽ രാവിലെ വൈകിട്ടും പ്രാർത്ഥന ഉയരണം. അപ്പനും അമ്മയും മക്കളും കൂടെ പാട്ട് പാടി ആത്മാവി നിറയണം. സ്തോത്രം. ആത്മാവി നിറയണം. മിക്ക വീടുകളിലും രാവിലെ വൈകിട്ടും അങ്ങനെ മിക്ക വീടുകളിലും പ്രാർത്ഥനയില്ല. ചില വീട്ടിൽ പിന്നെ വൈകിട്ട് ദൈവത്തെ ബോധിപ്പിക്കാനാണെങ്കിലും ചിലര് എല്ലാം തികഞ്ഞ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ പ്രാർത്ഥിക്കാം. അവനെ വിളി, അവളെ വിളിക്കും. ആരാ? കുഞ്ഞുട്ടിച്ചാനാണോ പറഞ്ഞത്? എനിക്കറിയാം, അച്ചായൻ പറയുമെന്ന്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ രാവിലെ വൈകിട്ടും പാട്ടും പ്രാർത്ഥനയും. 3-ാം സങ്കീർത്തനം രാവിലെ പാടി, 4 രാത്രി പാടിയതാ ഓടിപ്പോയപ്പോഴും.
വിവരിക്കുന്നില്ല. എന്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമാണ്. ഞാൻ ഞെരുക്കത്തില്ലപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി, എന്നോട് കൃപ തോന്നി. ആമേൻ, സ്തോത്രം. എന്നെ പ്രാർത്ഥന കേൾക്കണമേ. ആ പുരുഷന്മാരെ, നിങ്ങൾ എത്രത്തോളം എന്റെ മാനത്തെ നിന്നയാക്കി വ്യാജത്തെ അന്വേഷിക്കുക. യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്ന അറിവിൽ നടുങ്ങി വീൺ പാപം ചെയ്യാതിരിപ്പീൻ. നിങ്ങളുടെ കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായിട്ടിരിപ്പീൻ. നീതിയാഗങ്ങളെ അർപ്പിപ്പീൻ, യഹോവയിൽ ആശ്രയം വെപ്പീൻ. ആമേൻ. 6-ാം വാക്യം 6. നമുക്ക് ആർ നന്മ കാണിക്കുമെന്ന് പലരും പറയുന്നു. നമുക്ക് ആർ നന്മ കാണിക്കുമെന്ന് പോയ കൂട്ടത്തിൽ കൂടെയുള്ളവര് ചോദിച്ചെന്നാ പറഞ്ഞ, അച്ഛാ നമുക്ക് ആരായി നീ നന്മ? വീടില്ല, കൂടില്ല, കയറി കിടക്കാൻ ഇടമില്ല, ഭക്ഷിക്കാനൊന്നുമില്ല, ഉടുതുണിക്ക് മറുതുണിയില്ല, കൂടെയുള്ളത് കിളയത്തരും പിളയത്തരും എല്ലാം പരുവക്കേടുകാരാ. ചോദിച്ചു, ആരുണ്ട് നന്മ ചെയ്യാൻ? ഇത് കൂടെയുള്ളവർ ചോദിച്ചു. വേറെ പഠിതാക്കളിൽ ചെല്ല് പറയുന്നത്, ചോദിച്ചവരെല്ലാം തഞ്ചിക്കിടന്നപ്പോൾ രാത്രി ദാവീദിരുന്ന് പറയുക, എൻ്റെ കർത്താവേ, ആര് നന്മ ചെയ്യുമെന്ന് ചോദിച്ചാ ഇതുങ്ങളെല്ലാം ക്ഷീണിച്ചീ കിടക്കുന്നത്? ആര് നന്മ ചെയ്യുമെന്ന് ചോദിച്ചിട്ടാ ഇതുങ്ങളെല്ലാം ഇങ്ങനെ, എൻ്റെ ഭാഷയാ, മാണ്ട് കിടക്കുന്നത്? ഒരു നന്മ ചെയ്യുവാനുണ്ടോ? ഇങ്ങനെ മനോഭാരത്തോടെ, വേദനയോട് ആര് നന്മ ചെയ്യുമെന്ന് ചോദിച്ച് ഭാരത്തോടെ ചെന്ന ദാവീദിന് വേണ്ടി മകനയീമിൽ നന്മ ചെയ്യുവാൻ ദൈവം 3 പേരെ എഴുന്നേൽപ്പിച്ചു. അതാ നമ്മുടെ കുറുവാക്യം. ദാവീദ് മകനയീമിൽ എത്തിയപ്പോൾ അമ്മോന്യരുടെ രപ്പയിൽ നിന്ന് നാഗാശിന്റെ മകൻ ശോബി, ലോദേബാരിൽ അമ്മിയേലിന്റെ മകൻ മാഗീർ, പിന്നെ നിന്ന് ഗിലെയാദ്യൻ ബർസില്ലായി എന്നിവർ കിടക്കകളും കിണ്ണങ്ങളും മൺപാത്രങ്ങളും ദാവീദിനും കൂടിനത്തിനും ഭക്ഷിപ്പാൻ ഗോതമ്പ്, യവം, മാവ്, മലര്, അമരിക്ക, പയറ്, പരിപ്പ്, തേന്, വെണ്ണ, ആട്, പശുവിൻ പാൽക്കെട്ട എന്നിവയും കൊണ്ടുവന്നു. ജനം മരുഭൂമിയിൽ വിശന്നും ദാഹിച്ചും ഇരിക്കും എന്ന് പറഞ്ഞാൽ ക്ഷീണിച്ചും ദാഹിച്ചും വിശന്നു ഭാരപ്പെട്ടും ഇരുന്ന ജനത്തിന് ദൈവം കൊടുത്ത പകർച്ച ഇന്ന് രാത്രി നിന്നെ കൈവിടത്തില്ല. ദൈവം നിനക്ക് വഴി തുറക്കും. ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കും. ദൈവം നിനക്ക് വേണ്ടി പുത്തൻ വഴി തുറക്കും. ആര് നന്മ ചെയ്യുമെന്ന് ചോദിച്ച് ഭാരത്തോടെ ചെന്നപ്പോൾ പ്രതീക്ഷിക്കാത്ത ഇടത്ത് 3 പേരെ ദൈവം ഒരുക്കി. പാട്ട് പാടുന്ന സഹോദരന്മാരോട് പറയട്ടെ, നിങ്ങൾക്ക് വേണ്ടി ദൈവം നന്മയുടെ വഴിയൊരുക്കും. ഇവിടെ ആരും നിങ്ങളെ ഗവനിക്കുന്നില്ലെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിച്ച് സ്തോത്രം പറ, ദൈവം നിനക്ക് നന്മയുടെ വഴിയൊരുക്കും. ആര് നന്മ ചെയ്യുമെന്ന് ചോദിച്ച് മകനെയും ചെന്നപ്പോൾ 3 പേര്, ശോഭി, മാഗി, ബർസില്ലായി. അത് ഓടിച്ചു പറയാം. അതിൽ പ്രഥമനും സമയായോ? എനിക്ക് അതങ്ങോട്ട് പിടികിട്ടുന്നില്ല. 8 മിനിറ്റ് ഉണ്ട്. അപ്പം പറയാം. ശോഭി, മാഗീർ, ബർസില്ലായി. അതിൽ പ്രഥമനും പ്രധാനിയും ആ ബർസില്ലായി. സ്തോത്രം. ബർസില്ലായി. ഇവൻ ഭക്ഷണ പദാർത്ഥ പാനീയങ്ങൾ കൊണ്ട് കൊടുത്തു. ഒന്നും പ്രതിഫലേച്ച കൂടാതാ കൊടുത്തത്. വല്ലതും കിട്ടുമെന്ന് ഓർത്ത് കൊടുത്തതല്ല. കഷ്ടകാലത്ത് കൊണ്ട് കൊടുത്തു. ദാവീദ് ഭക്ഷിച്ച് പാനം ചെയ്ത് കിടന്നു, ഉറങ്ങി. എന്തിനേറെ, ഒടുവിൽ അബ്ശാലോം വന്നു, പടമുറുകി. യുദ്ധത്തിന് പോകാൻ നേരത്ത് യോവാബിനോട് ദാവീദ് പറഞ്ഞു, എന്നെ ഓർത്ത് കുമാരനോട് കനിവ് തോന്നണം. ഇതാ സ്വർഗീയ പിതാവിന്റെ മനസ്സ്. ഇന്ന് രാത്രി എന്നെ നിങ്ങളെയും കുറിച്ച് അങ്ങനെ തന്നെ പറയുന്നത്. എന്നെ ഓർത്ത് കനിവ് തോന്നണം. നമ്മൾ മുടിഞ്ഞു പോകാൻ ദൈവത്തിന്റെ ധൈര്യ. അപ്പന്റെ ഹൃദയം അറിയാം, എന്നെ ഓർത്ത് കുമാരനോട്. അങ്ങനെ എഫ്രയീമിനത്തിലെ യുദ്ധം അങ്ങോട്ട് മുറുകി. എന്തിന്? വനത്തിലെ യുദ്ധമായതുകൊണ്ട് വാളിപ്പെട്ടതിലുമേറെ വനത്തിപ്പെട്ടു. 20,000 പേരെ തട്ടിക്കളഞ്ഞു. വാളിലും വനത്തിലും ജനം പട്ടപ്പോൾ അബ്ശാലോം പേടിച്ച് കോവർക്കഴുതയ്ക്ക് കോപ്പിട്ട് തിങ്ങി നിൽക്കുന്ന കരിവേലകത്തിന്റെ ഇടയിൽ കൂടെ കോവർക്കഴുതെ തെളിച്ചോടിച്ച് ഓടി അങ്ങോട്ട് പോയപ്പോൾ ഇവന്റെ മുടി കരിവേലകത്തിൽ കുരുങ്ങി. കീഴെയുള്ള കോവർക്കഴുത ഓടിപ്പോയി. ഇവനിങ്ങനെ തൂങ്ങിക്കിടന്നിങ്ങനെ ആടുക. നമ്മൾ പറയും പ്രൈസ് ആൻഡ് വർഷിപ്പാന്ന്. ഇതന്നെ ഇവനിങ്ങനെ കിടന്ന, അത് പുതിയ ആരാധന രീതിയാണ്. കിടന്നാടുക. ദൈവത്തിന് മഹത്വം. ഇവന്റെ മുടി കരുവേലകത്ത് തൂങ്ങി ഇവൻ കിടന്നാടുക. അപ്പോൾ യോവാബിന്റെ പക്ഷക്കാർ ഇത് കണ്ടു. യോവാബിനോട് വന്ന് പറഞ്ഞു, അച്ഛാ അവൻ മുടി തൂങ്ങിക്കിടന്നാടുന്ന്. യോവാബ് പറഞ്ഞു, തട്ടാൻ മേലായിരുന്നോ? അച്ഛാ തട്ടാൻ അറിയാൻ മേലാഞ്ഞിട്ടല്ല, വീട്ടിൽ നിന്ന് പോന്നപ്പോ അച്ചായം പറഞ്ഞല്ലോ തട്ടരുത്, അതുകൊണ്ടാ. യോവാബ് പറഞ്ഞു, എനിക്കങ്ങനെ വലിയ കാരണമൊന്നുമില്ല. യോവാബ് 3 കുന്തമെടുത്ത് 10 പേരെയും കൂടെ കൂട്ടിക്കൊണ്ടുപോയി എഫ്രയീമിനത്തിൽ കരുവേലകത്തിൽ മുടിയിൽ തൂങ്ങിക്കിടന്നാടുന്ന ആ
അബ്ശാലോമിന്റെ പള്ളയ്ക്ക് 3 കുന്തം കുത്തിക്കിടത്തി 10 പേര് വട്ടം കൂടി പട്ടിയെ തല്ലും പോലെ തല്ലിക്കൊന്ന് എബ്രഹീമിനത്തിലെ കുഴിക്കകത്തെ അബ്ശാലോമിനെ തട്ടി ദാവീദ് ഹൃദയവേദനയോടെ ഭാരപ്പെട്ടു. ഞാൻ ഓടിച്ചങ്ങ് അവസാനിപ്പിക്കാം. ഇതെല്ലാം അബ്ശാലോം നശിച്ചു കഴിഞ്ഞപ്പോൾ ജനമെല്ലാം കൂടെ പറയുന്ന ഒരു പദമുണ്ട്, നമുക്ക് രാജാവായി നാം തെരഞ്ഞെടുത്ത അബ്ശാലോ പടകിൽ പട്ടുപോയി. പട്ടുപോകാൻ കാര്യമോ? ആ വാക്യത്തിന് ആൻസർ ഉണ്ട്. നമുക്ക് രാജാവായി അങ്ങനാണോ തെരഞ്ഞെടുക്കേണ്ടത്? ദൈവം തെരഞ്ഞെടുക്കണ്ടേ? നമുക്ക് രാജാവായിട്ട് നമ്മളാണോ തെരഞ്ഞെടുക്കണ്ടേ? ദൈവം തെരഞ്ഞെടുക്കണം. ദൈവം എടുക്കാഞ്ഞത് കൊണ്ടാ തട്ടിപ്പോയത്. അതുകൊണ്ട് നമുക്ക് ദാവീദിനെ തിരിച്ചു കൊണ്ടുവരണം. അങ്ങനെ ദാവീദിനെ ഇവര് വിസ്തരിക്കുന്നില്ല, തിരിച്ചു കൊണ്ടുവരിക. തിരിച്ചു വരുന്ന സമയത്ത് യോർദാൻ കടവ് വന്നപ്പോൾ ദാവീദ് പറഞ്ഞു, ഞാൻ യോർദാൻ കടവ് കടക്കണമെങ്കിൽ എനിക്ക് പണ്ട് ഭക്ഷണം തന്ന ബർസില്ലായിയെ കൊണ്ടുവരണം. ഈ കർത്താവിന്റെ വേലയ്ക്ക് 10 രൂപ കൊടുത്താൽ, പച്ചവെള്ളം കൊടുത്താൽ അത് മറന്നു കളയുവാൻ ദൈവം അനീതിയുള്ള ദൈവമല്ല. നിന്നെയും നിന്റെ തലമുറയെ ഉയർത്തുന്ന ഒരു ദൈവമാ. ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാം 2ഉം 3ഉം തലമുറയായല്ലോ. അത് ഞാൻ നിങ്ങളോട് പറയണ്ടല്ലോ. അനുഭവിക്കുന്നവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. ദാവീദ് പറഞ്ഞു, ഞാൻ അക്കരെ കിടക്കണമെങ്കിൽ ബർസില്ലായിയെ കൊണ്ടുവരണം. അങ്ങനെ ബർസില്ലായിയെ കൊണ്ടുവന്ന് 19:31 വായിച്ചേ. 19:31 പെട്ടെന്ന്. ഗിലെയാദ്യനായ ബർസില്ലായിയും യോർദാനക്കരെ കിടപ്പാനെത്തി. ആ ബർസില്ലായിയോ 80 വയസ്സുള്ള വയോധികനായിരുന്നു. ബർസില്ലായോ 80 വയസ്സുള്ള വയോധികനായിരുന്നു. ദാവീദ് മഹനയീമിൽ പാർത്തിരുന്ന കാലത്ത് അവനായിരുന്നു ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം കൊണ്ട് കൊടുത്തത്. ദാവീദ് ബർസില്ലായോട്, നീ എന്നോട് കൂടെ യെരൂശലേമിൽ വരണം, ഞാൻ നിന്നെ എന്റെ അടുക്കൽ പാർപ്പിച്ച് രക്ഷിക്കുമെന്ന് പറഞ്ഞു. ബർസില്ലായി ദാവീദിനോട്, ഞാൻ ഇനി എത്ര നാൾ ജീവിച്ചിരിക്കും? എനിക്കിപ്പോ 80 വയസ്സായിരിക്കുന്നു. ദാവീദ് വയസ്സ് എന്തായെന്ന് വല്ലതും ചോദിച്ചോ? ഓ, ഇപ്പൊ വയസ്സ് ചോദിക്കാനും ഒക്കെ ചോദിക്കരുതെന്നാ പറഞ്ഞത്. ഏജും ഒന്നും തെറ്റിയോ? ഏജും ഒന്നുകൂടെ ഉണ്ടോ? ഏജ് ഇതൊന്നും ചോദിക്കരുതെന്നാ. അല്ല, ഇപ്പൊ ചോദിച്ചാലും പറയും. നമ്മൾ ചോദിക്കല്ലേ എന്തോ ഉണ്ട് പ്രായം ഉടനെ കണ്ടിട്ട് എന്നാ തോന്നുന്നു. കാരണം എല്ലാം സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുക. കണ്ടാലും കണ്ടിട്ട് ഒരു 32 ഉണ്ടോ? അത് കേൾക്കുന്ന ഒരു പൊടി സുഖമാണ്, അതിനായി ചോദിക്കുന്നേ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എനിക്കിപ്പോ 80 വയസ്സായിരിക്കുന്നു. 80 വയസ്സായിരിക്കുന്നു. പിന്നെ നല്ലതും ആകാത്തതും എനിക്ക് തിരിച്ചറിയാമോ എന്ന് പറഞ്ഞ നാടൻ ഭാഷ പറഞ്ഞപ്പം വെളിവില്ലെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ഭക്ഷണ പാനങ്ങളുടെ സ്വാദ് രുചിയില്ല. പാട്ട് പാടിയാ രുചിയില്ലല്ലോ, ആരാധിച്ചാ രുചിയില്ലല്ലോ, വചനം കേട്ടാലും രുചിക്കുന്നില്ലല്ലോ, ആസ്വദിക്കുന്നില്ലല്ലോ. ഇവൻ പറയും എനിക്കിപ്പോ 80 വയസ്സുണ്ടെന്ന്. 80 ഞാൻ നിർത്തുക. എനിക്കിപ്പോ 80 വയസ്സ്. ഞാനെന്തിനാ യെരൂശലേമിൽ വരുന്നത്? അയ്യോ, യെരൂശലേമിനെ പറ്റി വലിയ വെളിവുണ്ട് ഇങ്ങനെ പറയുമോ? തമ്മിലിണക്കിയ നഗരമായ പണിതിരിക്കുന്ന സ്തോത്രം, അതല്ലേ യെരൂശലേം. ഞാനെന്തിനാ അങ്ങോട്ട് വരാം? അവിടെയല്ലേ ദൈവാലയം, അവിടെയല്ലേ പുരോഹിതൻ, അവിടെയല്ലേ മഹാപുരോഹിതൻ, അവിടെയല്ലേ ഷെക്കേന. ഇവൻ ചോദിക്കാൻ ഞാനെന്തിനാ അങ്ങോട്ട് വരുന്നുണ്ട്? എനിക്കിപ്പോ 80 വയസ്സുണ്ട്. നല്ലതും ആകാത്തതും എനിക്കിപ്പോ തിരിച്ചറിയാൻ. ഞാനൊരു കാര്യം പറഞ്ഞ് ഇന്ന് അങ്ങ് നിർത്താം. 80കാരൻ പറയാ എനിക്കിപ്പോ ആക്കമില്ല, ആരോഗ്യമില്ല, തിരിച്ചറിവില്ല, ടേസ്റ്റ് ഇല്ല. 80 ഉണ്ട്. അന്നേരം 85കാരനൊരു കാര്യം പറഞ്ഞു, അന്നത്തെ പോലെ എനിക്കിന്നും ബലമുണ്ട്, എനിക്കിപ്പോഴും ഉണ്ട്. 80കാരൻ ഒഴിവുകഴിവ് പറയുക. അമ്മ 85കാരൻ പറയാ, മോശ എന്നെ അയച്ച നാളിലത്തെ ആരോഗ്യം എനിക്ക് ഇന്നുമുണ്ട്. പടയ്ക്ക് പോകാനും പടകൂടാനും പടമുറുക്കാനും എനിക്ക് അന്നത്തെ പോലെ ആരോഗ്യമുണ്ടെന്ന്. അനാക്യൻ എനിക്ക് വിഷയമല്ല, അമാല്യക്കൻ വിഷയമല്ല, ജാതികൾ എനിക്ക് വിഷയമല്ല. എന്റെ ദൈവം എന്നെ ശക്തീകരിച്ചു. ഇന്ന് രാത്രി നീ വന്നതുപോലെ തിരിച്ചു പോകരുത്. ഇന്ന് രാത്രി അവൻ കാലേബ് പറഞ്ഞതുപോലെ പറ, അന്നത്തെ പോലെ എനിക്കിന്ന് ബലമുണ്ട്. ഇന്ന് രാത്രി ആമൻ ആ ഭാഗം പറഞ്ഞ് നിർത്തുക. ബർസില്ലായിയെ കൊണ്ടുവന്ന് വെച്ച് പറഞ്ഞ് നിന്നെ യെരൂശലേമിലോട്ട് കൊണ്ട്. പുള്ളി പറഞ്ഞ് ഞാൻ വരുന്നില്ലെന്ന്. ഒരു കാര്യം ചെയ്യും, കിംഹാമിനെ കൊണ്ടുപോ. സ്തോത്രം. പക്ഷേ ആ ഭാഗം ഇടയ്ക്കത്തെ അങ്ങ് വിട്ടേച്ച് ഒടുവി പറഞ്ഞേക്കാം. അത് പറഞ്ഞങ്ങ് നിർത്താം. ബർസില്ലായി പോയില്ലെങ്കിലും ദാവീദ് മരിക്കുന്ന സമയത്ത് ശലോമോനെ വിളിച്ചേച്ച് പറഞ്ഞു, മോനെ യോവാബിനെ വെറുതെ വിടരുത്. ഗേരയുടെ മകൻ ശിമയി, അവൻ പണ്ട് പ്രാഗി, ഞങ്ങൾ ഉപവാസ പ്രാർത്ഥനയ്ക്ക് നിരപ്പൊക്കെ പ്രാപിച്ചെങ്കിലും സൂത്രത്തിൽ തട്ടിയേക്കാൻ പറഞ്ഞു. അത് അന്നേരം ഒന്ന് പറഞ്ഞുള്ളൂ, എന്നോടൊന്നുമില്ല, എനിക്ക് ആരോടൊന്നുമില്ല.
പറഞ്ഞത്. പിന്നെ ബർസില്ലായിയുടെ മക്കളോട് നീ ദയ കാണിക്കണം. ആ രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 2-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അത് വായിച്ചങ്ങ് നിർത്തുക, ഇന്നത്തെ പ്രസംഗം നിർത്തുക. എന്നാൽ ഗിലിയാദ്യനായ ബർസില്ലായുടെ മക്കളോട് നീ ദയ കാണിക്കണം. നീ ദയ കാണിക്കണം. ആമേൻ. അവർ നിന്റെ മേശയെങ്കിൽ ഭക്ഷണം കഴിക്കുന്നവരുടെ കൂട്ടത്തിലിരിക്കട്ടെ. നിന്റെ സഹോദരനായ അബ്ശാലോമിന്റെ മുമ്പിൽ പണ്ട് ഞാൻ ഓടിപ്പോയപ്പോൾ അവരെന്നോട് കരുണ ചെയ്തതാ. ഇന്ന് രാത്രി അവസാനമായി പറഞ്ഞു നിർത്തുക. നീ കർത്താവിന്റെ നാമത്തിന് ചെലവടിച്ചാൽ, കൊടുത്താൽ, അധ്വാനിച്ചാൽ നിന്നെയും നിന്റെ സന്തതിയെയും ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. ബർസില്ലായിയുടെ ആമേൻ സ്തോത്രം. നല്ല കാലത്ത് ദാവീദിന് ഭക്ഷണ പദാർത്ഥങ്ങൾ കൊടുത്തു. ദാവീദ് മറന്നില്ല. ദാവീദ് മരിക്കാൻ നേരത്ത് ശലോമോനോട് പറയുക, എന്റെ മകനെ ശലോമോന്, നിനക്കറിയാത്ത ചില കാര്യം പറയാ. ആമേൻ. അതിൽ ഒരു കാര്യം പറയാ, ബർസില്ലായിയുടെ മക്കളോട് കനിവ് തോന്നണം. എന്റെ സഹപടന്മാരായ ദൈവദാസന്മാരോട് പറയട്ടെ, നമ്മുടെ ആയുസ്സും ആരോഗ്യവും പണവും അവസരവും ദൈവത്തിന് വേണ്ടി ചെലവടിച്ചാൽ, ദൈവമക്കളെ ഇത് ചെലവാക്കിയാൽ നിന്റെ സന്തതിയെ ദൈവം മറക്കത്തില്ല. നിന്റെ തലമുറയ്ക്ക് ദോഷം വരാൻ ദൈവം അനുവദിക്കത്തില്ല. അനുഭവിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഇത് ചെറുപ്പക്കാരോട് പറയേണ്ട കാര്യമൊന്നുമില്ല. അനുഭവിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കുക.